ഒന്നും പറയാതെ നിങ്ങൾക്കറിയാം എത്രയാണ് അതിൻ്റെ വെയിറ്റേജ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കുറഞ്ഞത് 2 ക്വസ്റ്റ്യൻ എങ്കിലും ഹായ് നവനീത് കൃഷ്ണ, എല്ലാ ചാപ്റ്ററിലും ഈ ചാപ്റ്ററിൽ കുറഞ്ഞത് 2 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ പേപ്പറിലും കാണാൻ സാധിക്കും. അത്രയും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെയുള്ള ഒരു യാത്ര അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കൃഷ്ണപ്രിയ ഉണ്ട്, നവനീത് കൃഷ്ണ ഉണ്ട്, എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ സീരീസിൽ നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻസിനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട്, അതായത് ബേസിക് റൂൾസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഹായ് സാർ, ഗുഡ് ഈവനിങ് സാർ, നവനീത് പിന്നെയും പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കാൽക്കുലസിലെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. കാൽക്കുലസിൻ്റെ ഹൃദയമാണ് ഇൻ്റഗ്രൽസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയമാണ് അനുവദിച്ചത്. ആ സമയം കൊണ്ട് നമുക്കിത് തീർക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ ആവശ്യമായ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്ക്, ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ദ ഇന്റഗ്രൽ 2x³ - 1 upon x⁴ + x dx is equal to, ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 2x³ - 1 ഡിവൈഡഡ് ബൈ x⁴ + x ആണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂമറേറ്ററിൽ പോളിനോമിയലാണ്, ഡിനോമിനേറ്ററിലും ആരാണുള്ളത്? പോളിനോമിയൽ ഫംഗ്ഷൻ ആണുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിന് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിങ്ങൾ x² കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക് അല്ലേ? ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് എല്ലാത്തിനെയും x² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2x³ എന്നത് എന്തായിട്ട് മാറും? 2x ആയിട്ട് മാറും. -1 ആണ്, അത് 1/x² ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ x² പ്ലസ് എന്തായിട്ട് മാറും? 1/x ആയിട്ട് മാറും. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് ആരാ? x² + 1/x ആണ് അല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? x² ഡെറിവേറ്റീവ് 2x ആണ്. 1/x ഡെറിവേറ്റീവ് ആരാ? -1/x² അല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്നാണ് നമ്മൾ പഠിച്ചത്. ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് മോഡ് x² + 1/x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഇതാണ് അല്ലേ? ഇതിനെ ഒന്നുകൂടി നമുക്ക് അറേഞ്ച് ചെയ്യാലോ അല്ലേ? എങ്ങനെ അറേഞ്ച് ചെയ്യാം നോക്കണേ. മുകളിൽ ഞാൻ എഴുതുന്നുണ്ട്, ലോഗ് മോഡ് x³ + 1 upon എന്താണെന്ന് പറയാ? x + e ആണെന്ന് പറയാ. ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. അപ്പൊ എന്താണ് നമ്മൾ നോക്കിയത്? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പരിശോധിച്ചപ്പോൾ എല്ലാത്തിനെയും x² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ കിട്ടുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ നമ്പർ സി ആണ് ആൻസർ കിട്ടുക അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റും എക്സാമിന് ചോദിച്ച കൂട്ടത്തിലുണ്ട്. അതിലേക്കാണ് കടക്കുന്നത്. എന്താ പറയുന്ന? if ഇന്റഗ്രൽ x+1 upon √2x - 1 dx is equal to f of x into √2x - 1 plus c. നോക്ക്, ഈ തന്നിരിക്കുന്ന റിസൾട്ടിൻ്റെ അകത്ത് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നതിൻ്റെ അകത്ത് ആരുണ്ട്? √2x - 1 ഉണ്ടല്ലോ. f of x into √2x - 1 ഇൻ്റഗ്രേറ്റിൻ്റെ അകത്തും √2x - 1 ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ അകത്ത് √2x - 1 കിട്ടണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അതിന് തന്നെ കൊടുക്കാമല്ലോ. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ അതിന് തന്നെ കൊടുക്കുക? അതായത് 2x - 1 ആണ്. ആ 2x - 1 = t² എന്നെടുക്കാം. അപ്പോൾ 2x എന്ന് പറയുമ്പോൾ 2 × dx ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്ത് കിട്ടും? 2t × t² അല്ലേ പറഞ്ഞത്? dt എന്ന് കിട്ടും അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? dx =
ടി ഇൻറ്റു ഡി ടി ആയിട്ട് മാറും. ഡി എക്സ് എന്ന് പറയുന്നത് ടി ഇൻറ്റു ഡി ടി ആയിട്ട് മാറും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറുമോ? ഇൻ്റഗ്രൽ ആദ്യം എക്സ് അല്ലേ വരുന്നത് മക്കളെ? 2x-1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. 2x-1 ടി സ്ക്വയർ ആണെങ്കിൽ അതിൽ നിന്ന് എക്സ് എന്താണെന്ന് നമുക്ക് പറയാം. എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാലോ. ടി സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ആരാണെന്ന് പറയാം? 2 എന്ന് പറയാലോ അല്ലേ? അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാ? ടി സ്ക്വയർ നോക്കണേ, ടി സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാ. ഇൻറ്റു ഡി എക്സ് ആണ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയിരിക്കുന്നത്? ടി ഇൻറ്റു ഡി ടി ആണല്ലോ. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2x-1. റൂട്ട് ഓഫ് 2x-1 2x-1 ടി സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് 2x-1 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? ടി ആയിട്ട് മാറും അല്ലേ? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ, കാരണം ടിയും കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ടിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എന്തൊക്കെയാ കിട്ടുക? ടി സ്ക്വയർ, ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ലാലോ. +1 എഴുതിയിട്ടില്ല. എക്സ് സ്ക്വയർ പ്ലസ് 1 എഴുതണമായിരുന്നു, അത് എഴുതിയിട്ടില്ല. എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വേണമായിരുന്നു, അത് എഴുതാൻ വിട്ടുപോയി, സോറി. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് കിട്ടും? ടി സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇൻറ്റു ഡി ടി ആണ് കിട്ടുന്നത് അല്ലേ? കാരണം സർ +1 ആണ്, +1 ആണ്. ആയിക്കോട്ടെ. അപ്പോൾ ടി സ്ക്വയർ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടുമല്ലോ, ഇൻറ്റു ഡി ടി. ഇനിയോ അവിടെ 1/t എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി ടി സ്ക്വയർ ആണ്, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ t³ 3 എന്ന് കിട്ടും. പ്ലസ് 3 ആണ് വന്നത്, അതിന് ഇൻ്റഗ്രൽ ആരാ? 3t എന്ന് കിട്ടും. പ്ലസ് c ആണ് കിട്ടുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റിയാൽ മതിയല്ലോ അല്ലേ? മാറ്റിയാൽ മതിയല്ലോ. അതായത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇനി ആരൊക്കെയാണ് ഉള്ളത്? t³ 3 ഉണ്ടല്ലോ. t³ 3 ഉണ്ട്, അതേപോലെ 3t ഉണ്ട്. ടി കോമൺ ഔട്ട് ചെയ്യാലോ. ടി കോമൺ ഔട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ, ഇനിയോ ബ്രാക്കറ്റിനുള്ളിൽ 3യും കോമൺ ഔട്ട് ചെയ്യുക, അപ്പോൾ ടി ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ടി ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പം ആദ്യത്തത് ടി സ്ക്വയർ ആയിട്ട് മാറും, രണ്ടാമത്തത് എത്രയായിട്ട് മാറും? 9 ആയിട്ട് മാറും. പ്ലസ് സി. ഇതല്ലേ കിട്ടുക അല്ലേ? അപ്പോൾ t/6 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് 9 പ്ലസ് സി എന്ന് കിട്ടും. അതായത് നമുക്ക് ടി മാറ്റി ചെയ്താൽ ടി ആരായിരുന്നു? റൂട്ട് ഓഫ് 2x-1 ആണ്, ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി. ഇനി ടി സ്ക്വയർ ആണ്, tx² ആരാ? 2x-1 ആണ്, പ്ലസ് 9 പ്ലസ് സി എന്ന് കിട്ടും അല്ലേ? അതായത് അണ്ടർ റൂട്ട് ആദ്യത്തത് 2x-1 ഡിവൈഡഡ് ബൈ 6 അല്ലേ? ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കിട്ടും? 2x പ്ലസ് 8 എന്ന് കിട്ടുമല്ലോ, പ്ലസ് സി എന്ന് കിട്ടുമല്ലോ. ഇതിനകത്ത് 2 കോമൺ ഔട്ട് ചെയ്യാൻ പറ്റും. 2 കോമൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററായിട്ട് ക്യാൻസലേഷൻ നടക്കും. അപ്പോൾ എന്ത് കിട്ടും? ബ്രാക്കറ്റിന് പുറമെ 2x-1 റൂട്ട് 2x-1 ബൈ 3 ഇൻറ്റു എക്സ് പ്ലസ് 4 പ്ലസ് സി എന്നാണ് കിട്ടുക അല്ലേ? ഏത് ഫോർമാറ്റിലാണ് കിട്ടേണ്ടത് എന്നാ പറഞ്ഞിരിക്കുന്നത്? f of x ഇൻറ്റു റൂട്ട് ഓഫ് 2x-1 അതല്ലേ? f of x ഇൻറ്റു റൂട്ട് ഓഫ് 2x-1 ഈ ഫോമിലാ കിട്ടേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എഫ് ഓഫ് എക്സിന്റെ പൊസിഷനിൽ വരുന്നത് ഇത്രയും ഭാഗം ആരാണ്? എഫ് ഓഫ് എക്സിന്റെ പൊസിഷനിലാണ് അത്രയും പാർട്ട് വന്നിരിക്കുന്നത്. അതായത് എക്സ് പ്ലസ് 4/3 എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആരാണെന്ന് പറയടോ? ഒരു എക്സ് പ്ലസ് 4 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 3 ഉണ്ട് അല്ലേ? അതായത് സർ ഒരു +1 ഉണ്ട്. ആയിക്കോട്ടെ, +1 ഉണ്ടെങ്കിൽ എന്താ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണെന്ന്? എക്സ് പ്ലസ് 4/3 ആണെന്ന് പറയാം. ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ. നോക്കണേ മക്കളെ, റൈറ്റ് സൈഡിൽ കിട്ടുന്ന റിസൾട്ടിലെ റൂട്ട് 2x-1 എന്ന് വേണം. അതുകൊണ്ടാണ് നമ്മൾ 2x-1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്, t² എന്ന് കൊടുത്തത്, എന്നിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഒരു ടൈപ്പും പ്രധാനപ്പെട്ടതാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കൂ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ബി എന്ന്. ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ നോക്കാം അടുത്ത എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ്റഗ്രൽ
1 by fourth root of x minus 1 whole cube into x plus 2 whole raised to 5 dx. മക്കളെ ഇവനെ വളരെ ശ്രദ്ധിച്ചോളെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോ. അപ്പൊ തന്നിരിക്കുന്ന ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഡി എക്സ് ഡിവൈഡഡ് ബൈ അല്ലെ ഡിനോമിനേറ്റർ എന്തൊക്കെയാ വന്നത്, ഒരു എക്സ് മൈനസ് 1 റേസ് ടു ആരുണ്ട് 3/4 ഉണ്ട് അല്ലെ, ഇൻറ്റു രണ്ടാമത്തതോ എക്സ് പ്ലസ് 2 റേസ് ടു ആരുണ്ട് 5 അല്ലേ, അപ്പൊ എന്ത് കിട്ടും 5/4. ഇതാണ്, ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇതിനെയല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന്. ഒന്ന് എക്സ് മൈനസ് 1 ആണ്, മറ്റൊന്ന് എക്സ് പ്ലസ് 2 ആണ് അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട പാർട്ട് ഉണ്ടല്ലോ അല്ലേ, ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ആ ഡിനോമിനേറ്ററിലെ എന്തുകൊണ്ട് ഇതിനെ എക്സ് മൈനസ് 1 റേസ് ടു 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക അല്ലേ. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടുമല്ലോ. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എന്തൊക്കെയാണ് കിട്ടുക, ഇത് എക്സ് മൈനസ് 1 റേസ് ടു 3/4, ഇത് എക്സ് മൈനസ് 1 റേസ് ടു 5/4. 3/4 പ്ലസ് 5/4 8/4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, സ്ക്വയർ അല്ലേ കിട്ടുക. ആദ്യത്തത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെയോ അതിനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 റേസ് ടു എന്ത് ചെയ്താ 5/4 എന്ന് എഴുതാം. കാരണം ഇതിൽ എങ്ങനെ വരുന്നുണ്ട്, ഒരു എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 1 വരുന്നുണ്ട്, അതേപോലെ തിരിച്ചും വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു പാർട്ടിൽ എഴുതിയിട്ട് ചെയ്തു നോക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാലോ. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ആരാ എക്സ് പ്ലസ് 2 അവിടെ കിടക്കുന്നില്ലേ, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1, അതിനെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലേ. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഡെറിവേറ്റീവ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 കിട്ടി ന്യൂമറേറ്റർ, പിന്നെയോ മൈനസ് ഓഫ് എക്സ് പ്ലസ് 2 കിട്ടും എന്ന് പറഞ്ഞാൽ -3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ആരാണ് കിട്ടുന്നത്, ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും അല്ലേ. നമ്മൾ നോക്ക് ഇന്റഗ്രേന്റിന്റെ അകത്ത് നോക്ക് 1 ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ അവിടെ കിടക്കുന്നുണ്ട്. എന്തേ കുറവുള്ളൂ, -3യുടെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിനാ എങ്ങനെ മാറ്റി എഴുതാ, -1/3 ഇൻറ്റു ഡി ടി എന്ന് എഴുതിക്കൂടെ. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ എന്തായിട്ട് മാറും മക്കളെ, ഇന്റഗ്രൽ എന്തായിട്ട് മാറും, ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. നോക്കൂ, ഡി എക്സ് ആണ് ആദ്യം കിടക്കുന്നത്, ഡി എക്സ് മാത്രമല്ല ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്, അതെന്തായിട്ട് മാറി, -1/3 ഇൻറ്റു ഡി ടി ആയിട്ട് മാറി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാ ഇനിയുള്ളത്, എക്സ് പ്ലസ് 2 അപ്പോൺ എക്സ് മൈനസ് 1 റേസ് ടു 5/4. അതിനല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എന്ന് പറഞ്ഞാൽ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടി റേസ് ടു 5/4 എന്ന് എഴുതാം. എന്ന് പറയുമ്പോൾ -1/3 കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ഇന്റഗ്രൽ ടി റേസ് ടു -5/4 എന്ന് എഴുതാ, ഇൻറ്റു എന്ത് എഴുതാ, ഡി എക്സ് എന്ന് പറഞ്ഞാൽ -1/3 ഇൻറ്റു നോക്കൂ ടി റേസ് ടു -5/4. ഇന്റഗ്രൽ എന്താ കിട്ടുന്നത്, ടി റേസ് ടു -5/4ന്റെ ഇന്റഗ്രല് ടി റേസ് ടു -1/4 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, -1/4 എന്ന് കിട്ടും, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രൽ ഇതല്ലേ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആ കോൺസ്റ്റന്റ് -1/3 ഡിവൈഡഡ് ബൈ -1/4 അല്ലേ കിടക്കുന്നത്. അതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കട്ടായിട്ട് 4/3 എന്ന് കിട്ടും. പിന്നെയോ എന്താ വരുന്നത്, 1 ഡിവൈഡഡ് ബൈ ടി റേസ് ടു എന്ത് കിട്ടും, 1/4 എന്ന് കിട്ടും, പ്ലസ് സി ഇതാണ് കിട്ടുന്നത്. അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് 4/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ടിക്ക് എന്താ കൊടുത്തത്, എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 1 ഇതല്ലേ അല്ലേ. 1 ഡിവൈഡഡ് ബൈ അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം മക്കളെ, എങ്ങനെ മാറ്റി എഴുതാം, ഹോൾ റേസ് ടു ആരുണ്ട് 1/4 ആണ് കിടക്കുന്നത് അല്ലേ, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ 4/3 ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു ആരാണ് 1/4 പ്ലസ് സി എന്ന് കിട്ടും. ആൻസറിൻ്റെ അകത്ത് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്ക്. 4/3 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു 1/4. ദാറ്റ് മീൻസ് ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായോ മക്കളെ,
മനസ്സിലായോ മക്കളെ? റാഡിക്കൽ സൈൻ ഉൾപ്പെടുന്ന പാർട്ട് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൻ്റെ അകത്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാര്യം മറന്നു പോകരുത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത മറ്റൊരു ടൈപ്പിലേക്ക് കടക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്, പക്ഷേ ഇത്തിരി ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സ് എന്താണെന്ന് പറയുന്നുണ്ട്. എക്സ് നോൺ നെഗറ്റീവ് നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. എൻ്റെ എഫ് ഓഫ് 0 = 0 എന്ന് പറയുന്നുണ്ട്. എഫ് ഓഫ് എക്സ് മനസ്സിലായി സർ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? ഐ ഇന്റഗ്രൽ. അതായത് ഇന്റഗ്രൽ 5x⁸ + 7x⁶ ഡിവൈഡഡ് ബൈ x² + 1 + 2x⁷ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അല്ലേ? ഇവിടെ ഈ എഫ് ഓഫ് എക്സിനാ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാലോ. which is equal to integral 5x⁸ plus 7x⁶ divided by ഇനി എന്താ ഇത് ഈ ഡിനോമിനേറ്ററിൽ നിന്ന്, അതായത് x² ഉണ്ട് +1 2x⁷ ഹോൾ സ്ക്വയർ ഉണ്ട്. അതിനകത്ത് x⁷ കോമൺ ഔട്ട് ചെയ്താൽ ഒന്നാമൻ x² എന്തായിട്ട് മാറും? നമുക്ക് x² എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? കോമൺ ഔട്ട് ചെയ്യുന്ന സമയത്ത് x² എന്തായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺ ഔട്ട് ചെയ്യുമ്പോൾ x² അല്ലേ 1/x⁵. അതിലേക്ക് കിട്ടുക 1/x⁵. റെഡി ആണല്ലോ? പ്ലസ് അടുത്തത് എന്താ കിട്ടുക? 1 അല്ലേ, അപ്പോൾ 1/x⁷ പ്ലസ് അടുത്തതോ 2 എന്ന് കിട്ടും. ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ടിനും സ്ക്വയർ ബാധകം അല്ലേ? എന്ന് പറയുമ്പം ഇവൻ എന്തായിട്ട് മാറും? ഇന്റഗ്രൽ 5x⁸ ന്യൂമറേറ്റർ മാറിയിട്ടില്ലേ, 7x⁶ ഡിവൈഡഡ് ബൈ x⁷ ഹോൾ സ്ക്വയർ ആണ് എന്ന് പറയുമ്പം x⁻⁴ ആരാണ്? 14 ഇൻറ്റു ആദ്യത്തെ എന്തൊക്കെയാ കിട്ടുന്നത്? ഒരു 1/x⁵ പ്ലസ് അടുത്തതോ 1/x⁷ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റൂലേ മക്കളെ? which is equal to x⁻14 കൊണ്ട് ഡിവൈഡ് ചെയ്തോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യുമ്പം ആദ്യ ടേം 5x⁸ ആണ്. അതിനെ x⁻14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 5 ഡിവൈഡഡ് ബൈ x⁻6 എന്ന് കിട്ടും. രണ്ടാമത് എന്താ കിട്ടുന്നത്? 7 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 8 ഹോൾ ഡിവൈഡഡ് ബൈ x⁻14 കട്ട് ചെയ്ത് അപ്പോൾ 1/x⁵ പ്ലസ് 1/x⁷ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക? അതായത് ആക്ച്വലി ഞാൻ ഈ എഴുതിയിരിക്കുന്ന ആള് എന്ന് പറയുന്നത് ഏത് ഫോമിലാ ഉള്ളത്? നിങ്ങൾ നോക്കണേ. ഏത് ഫോമിലാ ഉള്ളത്? ഇന്റഗ്രൽ ന്യൂമറേറ്റർ ആക്ച്വലി 5 × x⁻6 പ്ലസ് അടുത്തതാരാ? 7 × ആരാ ഉള്ളത്? x⁻8 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1/x⁵ പ്ലസ് 1/x⁷ പ്ലസ് 2 ഹോൾ സ്ക്വയർ അല്ലേടാ മക്കളെ? ഇങ്ങനെയല്ലേ ഉള്ളത് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഡിനോമിനേറ്ററായ 1/x⁵ പ്ലസ് 1/x⁷ പ്ലസ് 2 ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കണേ, ഇത് ടി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി ടി എന്താ കിട്ടുക? which is equal to 1/x⁵ ഡെറിവേറ്റീവ് -5/x⁻6 അടുത്തത് -7/x⁸ പ്ലസ് കോൺസ്റ്റന്റ് ആണ്, നോക്കേണ്ട ആവശ്യമില്ല, അത് ഡെറിവേറ്റീവ് 0 ആണ് ഇൻറ്റു dx എന്ന് കിട്ടും. എടോ മക്കളെ, ഇതിനെ മൈനസ് കോമൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവനല്ലേ നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്? അതായത് 5x⁻6 പ്ലസ് 7/x⁸ ഇൻറ്റു dx. ഇതല്ലേ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്? നോക്ക്, ഇതാണല്ലേ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ഇതേ ടേം തന്നെയാണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇന്റഗ്രൽ ഓഫ് അല്ലേ, മൈനസ് ഉണ്ടല്ലോ, സോ -dt എന്ന് എഴുതാം. -dt എന്ന് എഴുതാലോ. ഡിവൈഡഡ് ബൈ ആരാണ്? t². -1/t² അല്ലേ? -1/t² ഇന്റഗ്രൽ ആരാണെന്നാ പഠിച്ചത്? 1/t അല്ലേ? 1/t എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 ഡിവൈഡഡ് ബൈ t ആണ്. t എന്ന് പറഞ്ഞാൽ 1/x⁵ പ്ലസ് 1/x⁷ പ്ലസ് 2. ഇതാണ് നമ്മുടെ ആൻസർ.
ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമ്മളെ ആൻസറിലേക്ക് എത്തും അല്ലേ. അതായത് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും മക്കളെ? വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ x⁻⁷ ന്യൂമറേറ്ററിലേക്ക് പോകും. റെഡി അല്ലേ? ഇനിയോ 1/x⁻⁵ എന്ന് പറയുമ്പോൾ x² ആയിട്ട് മാറും. അടുത്തത് 1 ആയിട്ട് മാറും. ലാസ്റ്റ് 2 ആണ്, 2 × x⁻⁷ ആയിട്ട് മാറും. എല്ലാത്തിനെയും ഞാൻ x⁻⁷ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ ഇത് x⁻⁷, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x², ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁻⁷ എന്ന് കിട്ടും. പ്ലസ് എന്തുണ്ട്? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമ്മളെടുത്ത്? x⁻⁷ ഇല്ലാലോ. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഇതല്ല കാണാൻ പറഞ്ഞത്. എന്തേ കാണാൻ പറഞ്ഞത്? f(0) ഈക്വൽ ടു ആരാണെന്ന് തന്നിട്ടുണ്ട്. f(0) ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എടാ f(x) അല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. എക്സിന് 0 കൊടുക്കുമ്പോൾ f(0) ഈസ് ഈക്വൽ ടു ഇത് കംപ്ലീറ്റ് 0 ആയിട്ട് മാറുമല്ലോ. പിന്നെ എന്താ കിട്ടുന്നത്? സി ആണ് അല്ലേ. അപ്പോൾ f(0) എന്ന് പറയുന്നത് എന്ത് കിട്ടും? സി ആണ്. f(0) ആരാ? 0 ആണ്. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. സിയുടെ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ fx എന്താണ്? x⁻⁷ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരൊക്കെയുണ്ട്? x² ഉണ്ട്, പ്ലസ് 1 ഉണ്ട്, പ്ലസ് 2 × x⁻⁷ ഉണ്ട്. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? കഴിഞ്ഞിട്ടില്ല പ്രോബ്ലം. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? f(1) ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 + 1 + 2 എന്ന് പറയുമ്പോൾ 1/4 എന്ന് ആൻസർ കിട്ടും. 1/4 നമ്മളെ കൂടെ ഉണ്ടോ? ഉണ്ടല്ലോ. 1/4 നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സിനാന്. എന്താണ്? സി ആണ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ മക്കളെ. ക്ലിയർ ആണോ എന്ന് പരിശോധിച്ച് നോക്കൂ. ഓക്കെ ആണല്ലോ. ഈ ഒരു ഫോർമാറ്റ് നമ്മുടെ DPPയിൽ പറഞ്ഞിരിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫോർമാറ്റ് ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കണം. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1-2 തവണ റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാം അല്ലേ. ഈ മോഡലാണ്. ഈ ക്വസ്റ്റ്യൻ കോപ്പി അടിച്ചിട്ടല്ല പറഞ്ഞത്. ഈ മോഡൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാം. അതുകൊണ്ട് ഈ മോഡൽ മറന്നു പോകല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ക്ലിയർ എന്ന് പറയുന്നുണ്ട് നവനീത് കൃഷ്ണ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇന്റഗ്രൽ കോസ് മൈനസ് സൈൻ ഡിവൈഡഡ് ബൈ √8 - sin 2x dx is equal to ഇതിന്റെ ഇന്റഗ്രേറ്റ് വാല്യൂ പറയുന്നുണ്ട്. a × sin ഇൻവേഴ്സ് ഓഫ് sin x + cos x by b plus c where c is a constant of integration. then ordered pair AB എന്താണെന്നാ ചോദിച്ചത്. ordered pair AB എന്താണെന്നാ ചോദിച്ചത് അല്ലേ. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലേ. എടാ മക്കളെ ഇവിടെ നോക്കണേ. റാഡിക്കൽ സൈനിൽ ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന ആള് √8 ആരാ? sin 2x. അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. എന്നാൽ കാര്യങ്ങൾ എളുപ്പ. ന്യൂമറേറ്ററിലെ ആരുണ്ട്? cos x - sin x കിടക്കുന്നുണ്ട്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ 8 അല്ലേ അല്ലേ. അപ്പോൾ 8 അല്ലേ. ഞാൻ 1 ആഡ് ചെയ്യുന്നത്, 1 സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 8 + 1 9 ആയിട്ട് മാറും. പിന്നെ ആരൊക്കെയാ കിട്ടുക? -1 - sin 2x എന്ന് കിട്ടും × dx. എടാ അവസാനത്തെ 2 ടേമിലും -1 - sin 2x മൈനസ് കോമൺ ആണല്ലോ. അതുകൊണ്ട് മൈനസ് ഓഫ് ഇങ്ങനെ എഴുതിക്കൂടെ? 1 + sin 2x എന്ന് അല്ലേ. ഇങ്ങനെ എഴുതിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലാലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ വീണ്ടും ന്യൂമറേറ്റർ cos x - sin x ആണ്. തെറ്റില്ല അല്ലേ. ഡിനോമിനേറ്റർ √9 - 1 + sin 2x. 1 + sin 2x എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് sin x + cos x ആരാണെന്ന്? ഹോൾ² ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. sin² + cos² 1 + 2 sin x cos x sin 2x ആണല്ലോ അല്ലേ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാലോ. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? sin x + cos x സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാലോ. ഈക്വൽ ടു t എന്ന്. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. ഇനി കോസിന്റെ ഡെറിവേറ്റീവ് ആരാ? -sin x × dx എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? dt ആയിട്ട് മാറും അല്ലേ. അതല്ലേ നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് അല്ലേ. അതല്ലേ നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് മക്കളെ. അതാണല്ലോ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഇന്റഗ്രൽ cos x - sin x × dx എന്ന് പറയുമ്പോൾ dt ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ √9 - എന്തായിട്ട് മാറും? t². √9 - t² അല്ലേ. ഇന്റഗ്രൽ dx ബൈ √a² - x² നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പഠിച്ചത്?
എന്താ പഠിച്ചത് മക്കളെ? എന്തായിരുന്നു പഠിച്ചത്? അതിന് പ്രകാരം എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് എഴുതാ? ടി ബൈ 3 എന്ന് എഴുതാ പ്ലസ് സി എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് നോക്കണേ ആരായിരുന്നു? ടി എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 3 ആണ് പ്ലസ് സി എന്ന് എഴുതാ. റെഡിയല്ലേ മക്കളെ? ഏത് ഫോർമാറ്റിലാണ് കിട്ടേണ്ടത് എന്നാ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത്? ഏത് ഫോർമാറ്റാ? എ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ആരാണ് മക്കളെ? ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി. ഇതാണ് കിട്ടേണ്ടത്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്ക്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നോക്കണേ, എയുടെ പൊസിഷനിൽ ആരാ ഉള്ളത്? 1, ബിയുടെ പൊസിഷനിൽ ആരാ ഉള്ളത്? 3. അതായത് നമുക്ക് കിട്ടി എ ഈക്വൽ ടു 1 എന്നും ആൻഡ് ബി ഈക്വൽ ടു ആരാണെന്നും കിട്ടി? 3 എന്നും കിട്ടി. അതായത് ഓർഡേർഡ് പെയർ 1,3. ഇതാണ് നമ്മുടെ ആൻസർ. ഓർഡേർഡ് പെയർ 1,3 എന്ന് പറയുമ്പം ഓപ്ഷൻ നമ്പർ സി ആണ്. നവനീത് കൃഷ്ണ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത മറ്റൊരു ടൈപ്പിലേക്ക് നമുക്ക് കടക്കാം. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. a equal to 1 and b equal to 3. Definite integral ആണ്. Integral 0 to 1 divided by root 3 plus x plus root 1 plus x dx ആണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാ പറയുന്നത്? a plus b root 2 plus c root 3 where a b c are rational numbers. Then 2a plus 3b minus 4c എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പം റാഡിക്കൽ സൈനിൽ വന്നതുകൊണ്ട് റാഷണലൈസേഷൻ ചെയ്യുന്നതല്ലേ ബെസ്റ്റ്? ദാറ്റ് മീൻസ് ഐ ഈക്വൽ ടു റാഷണലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? റൂട്ട് 3 പ്ലസ് എക്സ് മൈനസ് റൂട്ട് 1 പ്ലസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുന്നത്? ഓൾറെഡി ഇവിടെ ആരുണ്ട്? റൂട്ട് 3 പ്ലസ് എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് എക്സ് ഉണ്ട്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? റൂട്ട് ഓഫ് 3 പ്ലസ് എക്സ് മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമില ഡിനോമിനേറ്റർ കിട്ടുന്നത് അല്ലേ? അങ്ങനെ ന്യൂമറേറ്റർ എന്ത് കിട്ടും മക്കളെ? ന്യൂമറേറ്റർ അത് തന്നെ, മാറ്റമൊന്നുമില്ല. ഇന്റഗ്രൽ 0 to 1 ഇവിടെ ലിമിറ്റ് എഴുതാൻ വിട്ടുപോയി. 0 to 1 ന്യൂമറേറ്റർ എന്ന് പറയുന്നത് റൂട്ട് 3 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 3 പ്ലസ് എക്സ് റേസ് ടു ആരാണ്? 1/2 മൈനസ് അടുത്തതോ 1 പ്ലസ് എക്സ് ആണ്. 1 പ്ലസ് എക്സ് റേസ് ടു ആര് എഴുതാ? 1/2 ആണ്, 1/3 അല്ല. 1/2 എന്ന് എഴുതാ. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് പറയുമ്പം എന്ത് കിട്ടും? 3 പ്ലസ് എക്സ് എന്ന് കിട്ടും. മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പം എന്ത് കിട്ടും? 1 പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇൻറ്റു ഡി എക്സ്. ഇതല്ലേ കിട്ടുക അല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? എക്സ് കട്ടാകും. 3 - 1 എന്ന് പറയുമ്പോൾ 2 കിട്ടും. അതായത് 1/2 കോമൺ ഔട്ട് ചെയ്യാം. ഇൻറ്റു ഇന്റഗ്രൽ ആരൊക്കെയാ? 0 to 1 ആദ്യത്തത് 3 പ്ലസ് എക്സ് റേസ് ടു എന്ത് എഴുതാ? 1/2 മൈനസ് 1 പ്ലസ് എക്സ് റേസ് ടു എന്ത് എഴുതാ? 1/2 എന്ന് എഴുതാ. ഇൻറ്റു ഡി എക്സ് അല്ലേ? അതായത് 1/2 ഇൻറ്റു റൂട്ട് എക്സിന്റെ ഇന്റഗ്രല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2 ആണ്. അതിന് പ്രകാരം എഴുതുമ്പോൾ ആദ്യത്തത് 2/3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 3 പ്ലസ് എക്സ് ആണ്. റേസ് ടു ആരാണെന്ന് പറയാ? 3/2. റെഡി അല്ലേ? മൈനസ് അടുത്തത് 2/3 ഇൻറ്റു 1 പ്ലസ് എക്സ് റേസ് ടു ആരാണ്? 3/2 എന്ന് പറയാ. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 1. 0 to 1 അല്ലേ ലിമിറ്റ് പറയുന്നത്? ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക മക്കളെ? ശ്രദ്ധിച്ചോളെ, ഇതിൽ രണ്ടിലും നിങ്ങൾ നോക്ക് എന്താ സംഭവിച്ചത്? 2/3 കോമൺ ഔട്ട് ചെയ്യാം. 2/3 കോമൺ ഔട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ഒരു 1/2 കിടക്കുന്നുണ്ട്. ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തായിട്ട് മാറും? 1/3 ആയിട്ട് മാറും. 1/3 കോമൺ അല്ലേ? ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക അല്ലേ? എക്സിന് 1 കൊടുത്താൽ ആദ്യം നമുക്ക് കിട്ടുന്നത് 4 റേസ് ടു 3/2 എന്ന് കിട്ടും. ഇനിയോ മൈനസ് അടുത്ത് എന്താ കിട്ടുക? -1 അല്ലേ കൊടുക്കേണ്ടത്?
0 കൊടുക്കുക. ഇവിടെ തന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക. 0 കൊടുത്താൽ -3 എത്ര കിട്ടും? 3/2 എന്ന് കിട്ടും. മൈനസ് രണ്ടാമത്തെ അകത്ത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുത്താൽ 2/3/2 മൈനസ് ലോവർ ലിമിറ്റ് എത്രയാണ്? 1 എന്ന് കിട്ടും. റെഡിയാണല്ലോ. അതായത് 1/3 ഇൻറ്റു മക്കളെ ശ്രദ്ധിച്ചോളെ 4/3/2 എന്ന് പറഞ്ഞാൽ ആരാണ്? 8 ആണ്. മൈനസ് 3/3/2 എന്ന് പറഞ്ഞാൽ 3√3 ആണ്. മൈനസ് അടുത്തതാരാ? 2√2 ആണ്. പ്ലസ് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക? അതായത് 1/3 ഇൻറ്റു 8 + 1 9 ആയിട്ട് മാറിയേ. 9 മൈനസ് 3√3 എന്ന് എഴുതാ. മൈനസ് എത്ര എഴുതാ? 2√2 എന്ന് എഴുതാം. ശരിയാണല്ലോ അല്ലേ? അപ്പോൾ 3 കൊണ്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ നമുക്ക് 3 എന്ന് കിട്ടും. മൈനസ് രണ്ടാമത്തെ ഞാൻ ഇത് എഴുതുന്നു, കാരണം ഓർഡറിൽ എഴുതണ്ടേ. 2/3 ഇൻറ്റു √2 എന്ന് എഴുതാം. മൂന്നാമത്തത് എന്ത് കിട്ടും? -√3 എന്ന് കിട്ടും. ശരിയാണല്ലോ, -√3 എന്ന് അല്ലേ? ഏത് ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത്? നോക്കണേ, a+b√2 അല്ലേ? മൂന്നാമത്തെ എന്താ പറയുന്നത്? +c√3 എന്നാ പറയുന്നത്. ഇതല്ലേ പറയുന്നത് അല്ലേ? കമ്പയർ ചെയ്യുമ്പോൾ മക്കളെ എ എത്ര കിട്ടും? എയുടെ സ്ഥാനത്ത് ആരാ വന്നത്? a = 3 എന്ന് കിട്ടും. a3 അല്ലേ? a3 ആണ്. ബിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? b = മക്കളെ ശ്രദ്ധിച്ചോളെ, a = 3 ആൻഡ് b = ആരാണ്? -2/3 എന്ന് കിട്ടും. c = ആരാണ്? -1. അപ്പോൾ എ ആയി, ബി ആയി, സി ആയി മക്കളെ കാണേണ്ടത് 2a + 3b - 4a ആണ്. 2a + 3b - 4c ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഇതല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ 2a എന്ന് പറയുമ്പോൾ 2 × 3 6 എന്ന് കിട്ടും. 3b എന്ന് പറയുമ്പോൾ 3 × -2/3 അപ്പോൾ -2 എന്ന് കിട്ടും. ഇനിയോ -4 × -1 എന്ന് പറഞ്ഞാൽ +4 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 8 എന്ന് ആൻസർ കിട്ടും. 8 എന്ന് ആൻസർ ഉണ്ടോടാ? യെസ്, ഓപ്ഷൻ നമ്പർ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്പർ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണോടോ? ഓക്കെ അല്ലേ? യെസ്, 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ? സിനാനാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻസർ 8 ആണെന്ന് സിനാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതാ നവനീത് കൃഷ്ണയും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മക്കളെ നമുക്ക് അടുത്ത മറ്റൊരു മോഡലിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു 2024 മറ്റോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ആരാണ്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ π/6 to π/3 √1 - sin 2x = alpha plus beta √2 plus gamma √3, where alpha, beta, gamma are rational numbers. Then 3α plus 4β minus ആരാണ്? ഗാമിയാണ് കാണാൻ പറഞ്ഞത്. ഇതല്ലേ കാണാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കണേ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. അതായത് ആരാ റാഡിക്കൽ സൈനിൽ വന്നത്? 1 - sin 2x. ഇതാണ് റാഡിക്കൽ സൈൻ ഉള്ളത്. ഈ 1 - sin 2x എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ആരാണ്? വിച്ച് is equal to എങ്ങനെ മാറ്റി ചെയ്താ? sin x - cos x ഹോൾ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അല്ലേ? sin x - cos x ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ ഏതിലാ ഉള്ളത്? റൂട്ടിനുള്ളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റൂട്ടാണ് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതാരായിരിക്കും? മോഡുലസ് ഓഫ് sin x മൈനസ് ആരാണ്? cos x. മോഡുലസ് ഓഫ് sin x - cos x. അതായത് ഇന്റഗ്രൽ ഇങ്ങനെ മാറി. π/6 ടു ഇവിടത്തേക്ക് π/3. മോഡുലസ് ഓഫ് എന്തായിട്ട് മാറി? sin x - cos x ഇൻറ്റു dx ആയിട്ട് മാറി അല്ലേ? അപ്പോൾ π/6 30 ആണ്. π/3 എന്ന് പറയുന്ന ഏതിലേക്ക് മാറി? 60ലേക്ക് മാറി അല്ലേ? പക്ഷെ നിങ്ങൾ നോക്ക്, സൈനിന്റെയും കോസിന്റെയും അല്ലേ നാച്ചുറൽ ചേഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. π/4 എന്ന പോയിന്റ് ഉണ്ട്. അവിടെ കോസ് ആണ് എന്ത്? ലാർജർ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? കോസ് അല്ലേ കൂടുതൽ കിട്ടുന്നത്. ഇനിയോ π/4 to π/3 എന്ന കേസിലേക്ക് മാറുമ്പോൾ 0 to π/4 വരെ ആരാണ് ഇൻക്രീസിങ് എന്ന് ചോദിച്ചാൽ കോസ് ആണ്. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആരാ കിട്ടുക? അതായത് π/4 to π/2ലേക്ക് പോകുമ്പോൾ ആരാ? സൈൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ 2 ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് π/6 to π/4 എന്നും രണ്ടാമത്തത് ആരാണെന്നും π/4 to π/3 ആണെന്നും പറയാം. ഇങ്ങനെ 2 ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 2 ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ
മോഡുലസ് ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് π/6 മുതൽ π/4 വരെയുള്ള കേസ് എടുക്കുമ്പോൾ അത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നാ കിട്ടുക. അതല്ലേ പോസിറ്റീവ് അല്ലേ? ഇനിയോ രണ്ടാമത്തെ കേസ് എടുക്കുമ്പം അതെന്താ കിട്ടുക? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്നാണ് കിട്ടുക ഇൻറ്റു ഡി എക്സ് അല്ലേ? ഒറ്റയടിക്ക് നമുക്ക് ഇതിനാ റൂട്ട് ഓഫ് സ്ക്വയർ എഴുതുമ്പം എഴുതിയിട്ട് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് എഴുതാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് ചെക്ക് ചെയ്യണം. ലിമിറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അല്ലേ? അതായത് ആദ്യം ആരാ വന്നത്? കോസ് ആണ്. കോസ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ആരാ? സൈൻ എക്സ്. രണ്ടാമത് ആരാ വന്നിരിക്കുന്നത്? മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ്റെ ഇൻ്റഗ്രൽ ആരാ? കോസ് എക്സ് അല്ലേ? ബിറ്റ്വീൻ ദി ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെ? π/6 to π/4 പ്ലസ് രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ ആദ്യമുള്ളവൻ സൈൻ ആണ്. സൈനിൻ്റെ ഇൻ്റഗ്രൽ ആരാണ്? മൈനസ് കോസ് എക്സ് മൈനസ് രണ്ടാമൻ ആരാ? കോസ് ആണ്. ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് കിട്ടും. ബിറ്റ്വീൻ ദി ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെ? π/4 മുതൽ π/3 വരെ. π/4 മുതൽ എവിടം വരെ? π/3 വരെ അല്ലേ? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാലോ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം സൈൻ π/4 പ്ലസ് കോസ് π/4 എന്ന് പറഞ്ഞാൽ 1/√2 പ്ലസ് 1/√2 ഓക്കെ ആണല്ലോ. ഇനി ലോവർ ലിമിറ്റ് കൊടുത്താൽ സൈൻ π/6 1/2 പ്ലസ് കോസ് π/6 √3/2 അത് കഴിഞ്ഞു. അത് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുമ്പം ഈ ഒരു കേസാണ്. ഇവിടെ മൈനസ് ഞാൻ കോമൺ ഔട്ട് ചെയ്തു. രണ്ട് മൈനസ് അല്ലേ? മൈനസ് കോമൺ ഔട്ട് ചെയ്ത്. ഇനിയോ അപ്പർ ലിമിറ്റ് കോസ് π/3 ആണ്. കോസ് π/3 എന്ന് പറയുമ്പോൾ 1/2 അല്ലേ? ഇനിയോ ലോവർ ലിമിറ്റ് പ്ലസ് സൈൻ എക്സ് അല്ലേ എന്ന് പറയുമ്പം അത് √3/2 എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് π/4 ആണ്. അപ്പോൾ 1/√2 പ്ലസ് 1/√2 എന്നാണ് കിട്ടുക. മക്കളെ ആദ്യത്തെ ബ്രാക്കറ്റ് 1/√2 പ്ലസ് 1/√2 എന്ന് പറഞ്ഞാൽ 2/√2 എന്ന് കിട്ടുമല്ലടാ അല്ലേ? ഇനിയോ അടുത്ത ബ്രാക്കറ്റ് മാറ്റി എഴുതുമ്പം ആദ്യത്തത് -1/2 അടുത്തത് -√3/2 ശരിയാണല്ലോ. ഇനി അടുത്ത ബ്രാക്കറ്റ് മാറ്റി എഴുതുമ്പം -1/2 -√3/2 എന്ന് കിട്ടും. ഇനി ഇത് മൈനസ് മൈനസ് എന്തായിട്ട് മാറി? മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ പ്ലസ് 1/√2 പ്ലസ് ആരാണ്? 1/√2 എന്ന് പറയുമ്പം അതിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? 2/√2 എന്ന് എഴുതാം. ഇതല്ലേ എഴുതാൻ പറ്റുന്നത് അല്ലേ? ഇനി നോക്കിക്കോ, 2/√2 പ്ലസ് 2/√2 എത്രയായിട്ട് മാറി? 4/√2 ആയിട്ട് മാറി. 4/√2 അല്ലേ? ഇനിയോ -1/2 -1/2 എത്രയായിട്ട് മാറും? -1. ഇനി ഇത് -√3/2 ആണ്. എഴുതുമ്പോൾ മാറിപ്പോയി. -√3/2 -√3/2 എന്ന് പറഞ്ഞാൽ -2√3/2 എന്ന് പറയുമ്പോൾ -√3 എന്ന് കിട്ടും. റെഡിയല്ലേ? അപ്പോൾ ഞാൻ ഇതൊരു ഓർഡറിൽ എഴുതാൻ പോവുകയാണ്. ഒരു ഓർഡറിൽ എഴുതാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം -1 എഴുതി. പിന്നീട് എന്ത് ചെയ്യുന്നത്? 4/√2 ഈ 4/√2 എന്ന് പറഞ്ഞാൽ ആരാണ്? 2√2 ആണ്. 4/√2 2√2 എന്ന് എഴുതാ. ലാസ്റ്റ് ആരാണ്? -√3. ഏത് ഫോർമാറ്റിലാണെന്നാ പറയുന്നത്? ആൽഫ പ്ലസ് നോക്കണേ, ആൽഫ പ്ലസ് β√2 ശരിയാണല്ലോ. ആൽഫ പ്ലസ് β√2 പ്ലസ് γ√3 ഇതല്ലേ? ഇനി ആൽഫ എന്താണ്, ബീറ്റ എന്താണ്, ഗാമ എന്താണെന്ന് പറയാലോ. ആൽഫ ഈക്വൽ ടു എത്ര കിട്ടും? -1. ആൽഫയുടെ വാല്യൂ -1. ഇനിയോ ബീറ്റയുടെ വാല്യൂ എത്രയാണോ? ബീറ്റ ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 2 അല്ലേ? ബീറ്റ 2 അല്ലേ? ആൻഡ് ഗാമ ഈക്വൽ ടു എത്ര കിട്ടും? -1 അല്ലേ? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആരാ? 3α പ്ലസ് 4β 3α പ്ലസ് 4β മൈനസ് ഗാമ. 3α എന്ന് പറയുമ്പോൾ -3. ഇനിയോ 4β എന്ന് പറയുമ്പോൾ 8. 4 × 2 8 അല്ലേ? ഇനിയോ മൈനസ് ഗാമ എന്ന് പറയുമ്പോൾ +1 എന്ന് പറയുമ്പോൾ 8 × 9 എന്ന് പറഞ്ഞാൽ 6 എന്നാണ് എനിക്ക് ആൻസർ കിട്ടുന്നത്. ആ 6 ഉണ്ടോ? ഇൻറ്റിജർ ടൈപ്പ് ആണോ? 6 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. മക്കളെ ചെക്ക് ചെയ്ത് നോക്കണം. കാൽക്കുലേഷനിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കണം, എന്താണ് കറക്റ്റ് ആണോ കിട്ടിയിരിക്കുന്നത് എന്ന്. 6 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. റെഡി ആണല്ലോ?
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. എടാ മക്കളെ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് ഉള്ളവനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാറുണ്ടല്ലോ. ഈ ഒരു മോഡല് ഒന്നിക്കണ്ട സൈൻ ആൽഫ എക്സ് അല്ലെങ്കിൽ സൈൻ 3x ഡിവൈഡഡ് ബൈ 1 പ്ലസ് പൈ റേസ് ടു എക്സ് എന്ന ഫോർമാറ്റിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഉള്ള ആളെ സൂക്ഷിച്ച് വെച്ചോളൂ. എന്താ പറഞ്ഞേ? ഇഫ് ദി വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ -1 to 1 cos alpha x plus 1/3 raised to x dx is equal to 2/pi. ആരാ? 2/pi. Then എന്താണ്? then the value of a value of alpha. ആൽഫയുടെ വാല്യൂ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ ഐ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 1 നോക്കണേ കോസ് ആൽഫ എക്സ് അപ്പോൺ 1 + 3 റേസ് ടു എക്സ് എന്നെടുക്കും. അല്ലേ? നമുക്ക് കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാലോ, അല്ലേ? കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തേലും പഠിച്ചത് എക്സ് ചേഞ്ച് ചെയ്യണം. എങ്ങനാ? ഇന്റഗ്രൽ a to b ആണെങ്കിൽ a + b - x എന്ന രീതിയിൽ, അതല്ലേ പറഞ്ഞേ, അല്ലേ? എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് a + b - x എന്ന ഫോമിലേക്ക് മാറ്റണം. ഇവിടെ a എന്ന് പറഞ്ഞാൽ -1 ആണ്, b എന്ന് പറഞ്ഞാൽ 1 ആണ്, -x എന്ന് പറയുമ്പോൾ എന്തായിട്ടാ ചേഞ്ച് ചെയ്യേണ്ടത്? x മാറ്റുക, -x കൊടുക്കുക. Again I is equal to ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ -1 to 1 നോക്കൂ കോസ് ഓഫ് ആൽഫ ഓഫ് -x. കോസ് ഓഫ് -x ആരാ? കോസ് എക്സ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മതി. ഡിവൈഡഡ് ബൈ 1 + 3 റേസ് ടു എന്ത് ചെയ്താ -x ഇൻറ്റു എന്ത് വേണം? dx. റെഡിയല്ലേ? റെഡിയല്ലേ? എടാ മക്കളെ, ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം എന്ന് നമുക്ക് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ കോസ് ആൽഫ എക്സ് ലിമിറ്റ് എഴുതാൻ വിട്ടുപോയി, -1 to 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് അടുത്തതാരാ? 3 റേസ് ടു -x 1/3 റേസ് ടു x ഇൻറ്റു dx എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? അല്ലേ? ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇന്റഗ്രൽ -1 to 1 ന്യൂമറേറ്ററിലേക്ക് പോകും. ആര്? 3 റേസ് ടു x ഇൻറ്റു കോസ് ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ 3 റേസ് ടു x + 1 എന്ന് കിട്ടും. 3 റേസ് ടു x + 1 എന്ന് കിട്ടും. ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ടും ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ടും എടുക്കുക. ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്ത് നോക്ക്. ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് ആരാണ്? സെക്കൻഡ് ഇക്വേഷൻ, അതായത് i + i 2i എന്നുള്ള ലെഫ്റ്റ് സൈഡ് കിട്ടും. റൈറ്റ് സൈഡോ? റൈറ്റ് സൈഡിൽ രണ്ടിൻ്റെയും ലിമിറ്റ് ഓഫ് ഇന്റഗ്രൽ സെയിം ആണ്, -1 to 1. ഇനിയോ രണ്ടിൻ്റെയും ആര്? ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ ആരാ? 3 റേസ് ടു x + 1. ഇനി ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ന്യൂമറേറ്റർ കോസ് ആൽഫ എക്സ് പ്ലസ് ഇവിടെ ന്യൂമറേറ്റർ 3 റേസ് ടു x ഇൻറ്റു കോസ് ആൽഫ എക്സ് എന്ന് പറയുമ്പോൾ രണ്ടിലും ആര് കോമണാ? കോസ് ആൽഫ എക്സ് കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തത് 1ഉം രണ്ടാമത്തത് 3 റേസ് ടു x എന്നും കിട്ടും ഇൻറ്റു dx. അല്ലേ? 1 + 3 റേസ് ടു x 1 + 3 റേസ് ടു x ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ -1 to 1 എന്ത് കിട്ടും? കോസ് ആൽഫ എക്സ് dx എന്ന് കിട്ടും. അല്ലേ? കോസിന്റെ ഇന്റഗ്രലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. കോസ് ആരാണെന്ന് പഠിക്കുന്നുണ്ട്, കോസ് ഈവൺ ഫംഗ്ഷൻ ആണെന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 2i അല്ലേ ഉള്ളത്? അപ്പൊ ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിനാ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എന്ന് എഴുതിക്കൂടെ? ഇന്റഗ്രൽ -a to a fx dx. fx ഈവൺ ആണെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാന്നാ പഠിച്ചത്? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to a. അതേ പ്രൊസീജിയർ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എന്ത് എഴുതാ? കോസ് ആൽഫ എക്സ് dx എന്ന് എഴുതാ. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് 2 കട്ട് ചെയ്യാം. 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് i എന്ന് മാത്രം കിട്ടും. റൈറ്റ് സൈഡിൽ എന്താ കിട്ടുന്നത്? കോസ് ആൽഫ എക്സ് എന്ന് കിട്ടും. അതിന്റെ ഇന്റഗ്രൽ ആണ് ആര്? സൈൻ ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ ആൽഫ ബിറ്റ്വീൻ ദി ലിമിറ്റ് ആരാ? 0 to 1 അല്ലേ? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 അല്ലേ കൊടുക്കേണ്ടത്? അപ്പോൾ സൈൻ ആൽഫ ബൈ ആൽഫ എന്ന് കിട്ടും. അല്ലേ? ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 ആരാ? 0. ഇതാണ് കിട്ടുക. അല്ലേ? ഈ വാല്യൂ ആർക്ക് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നുണ്ട്?
ഇല്ലേ, ഏതൊരു വാല്യൂക്ക് 2/π ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. 2/π അല്ലേ, 2/π ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ സൈൻ ആൽഫ ബൈ ആൽഫ എന്ന് പറഞ്ഞാൽ 2/π എന്ന് കിട്ടണമെങ്കിൽ വൺ ആൻഡ് ഓൺലി വൺ പോസിബിലിറ്റി ആൽഫ ഈക്വൽ ടു ആരായിരിക്കും? π/2. ആൽഫക്ക് π/2 കൊടുത്തോക്ക്, ഇത് സൈൻ π/2 1 കിട്ടും. ഇവിടെ എന്താ കിട്ടുക? π/2 എന്ന് കിട്ടും അല്ലേ. 1 ഡിവൈഡഡ് ബൈ π/2 എന്ന് പറഞ്ഞാൽ 2/π എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? π/2 ആണ്. ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ എന്ന് നോക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നത്, ഈ ഒരു പാറ്റേണിൽ കോഴ്സ് തന്നെ വരണമെന്നില്ല. 1-2 തവണ ചോദിച്ചത് ഇൻ്റഗ്രൽ സൈൻ 3x അല്ലെങ്കിൽ സൈൻ 4x എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടൈപ്പ് നോക്കാതെ എക്സാമിനേഷൻ ഹാളിൽ പോകാൻ പാടില്ല. റെഡിയാണ് എന്ന് കരുതുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മക്കളെ കടക്കാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നത് അല്ലേ. നോക്കൂ മക്കളെ, ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ 1/a² sin² + b² cos² dx എന്ന ഫോർമാറ്റിലാണ് വന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ചെയ്യേണ്ടത്? എല്ലാത്തിനെയും cos² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതല്ലേ നമ്മൾ പഠിച്ച പ്രൊസീജിയർ. ഈ ഒരു ഫോർമാറ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ എല്ലാത്തിനെയും cos² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാ ന്യൂമറേറ്ററിനെ cos² കൊണ്ട്, ഇതിനെ cos² കൊണ്ട്, ഇതിനെ cos² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ടു കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. അങ്ങനെ എല്ലാത്തിനെയും cos² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ മക്കളെ 1/cos² എന്ന് പറയുമ്പോൾ ആരാ? 1/cos² എന്ന് പറഞ്ഞാൽ ആരാ? sec² x എന്ന് ന്യൂമറേറ്റർ കിട്ടും ഇൻറ്റു dx. ഡിനോമിനേറ്ററിലേക്ക് കടക്കുമ്പോൾ ഇതിനാ cos² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sin²/cos² ആണ്. sin²/cos² എന്ന് പറഞ്ഞാൽ എന്നതാ മക്കളെ? tan² ആണ്. അപ്പോൾ tan² x കിട്ടും. റെഡി അല്ലേ? ഇനിയോ രണ്ടാമത്തത് b² ഇൻറ്റു ആരാ? cos² ആണ്. cos²/cos² എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അവിടെ b² എന്ന് മാത്രം കിട്ടും അല്ലേ. എന്ന് പറയുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന് പോസിബിലിറ്റി ഉണ്ടല്ലോ അല്ലേ. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം? tan x സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അതാണ് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് അല്ലേ. tan x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sec² x ഇൻറ്റു dx. അത് നമ്മുടെ ന്യൂമറേറ്ററിലുണ്ട് ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? sec² x ഇൻറ്റു dx dt ആയിട്ട് മാറി. ഡിവൈഡഡ് ബൈ ഇത് a² എന്നുണ്ട്. a² t² പ്ലസ് എന്ത് എഴുതാ? b² എന്ന് എഴുതാം. സാറേ ആ ഇക്വേഷൻ സാറേ a² അല്ലേ? a² മാറ്റിയിട്ടുണ്ട് മോനെ. ക്രേസി a² മാറ്റിയിട്ടുണ്ട്. എഴുതുമ്പോൾ അങ്ങ് വിട്ടുപോയതാടാ. ഇപ്പം മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ dt ഡിവൈഡഡ് ബൈ a² t² പ്ലസ് b² എന്ന് കിട്ടുമല്ലോ അല്ലേ. ഇനി എനിക്കിതിനെ വീണ്ടും എങ്ങനെ മാറ്റി എഴുതാ അല്ലേ. t² കോയഫിഷ്യന്റ് അവിടെ ആരാ കിടക്കുന്നത്? a² ആണല്ലോ. a² കോമൺ ഔട്ട് ചെയ്യാലോ. അങ്ങനെ a² കോമൺ ഔട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്നാണ്. കോമൺ ഔട്ട് ചെയ്യുമ്പോൾ a² ഇൻറ്റു ആദ്യത്തത് എന്തായിട്ട് മാറും? t² ആയിട്ട് മാറും. രണ്ടാമത്തത് b² ബൈ എന്ത് എഴുതാ? a² അല്ലേ. അല്ലെങ്കിൽ b/a² എന്ന് എഴുതാ. അതായിരിക്കും കൂടുതൽ നല്ലത്. എഴുതുമ്പം എങ്ങനെ എഴുതാ? b/a² എന്ന് എഴുതാ. ഇപ്പൊ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് ഇത് മാറി. മാറിയല്ലേ. എന്താ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത്? എന്തായിരുന്നു? ഇവിടെ 1/a² കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x² ആൻസർ ആണെന്ന് തോന്നുന്നു പറയുന്നത് അവധി അല്ലേ. x²/a² എന്ന് പറയുന്നത് 1/a ഇൻറ്റു ഇവിടെ 1/a സ്ഥാനത്ത് ആരാളുള്ളത്? b/a ആണ്. അപ്പോൾ 1/b/a ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് x/a എന്ന് പറയുമ്പം x ആരാണ്? t ആണ്. ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് b/a ആണ്. പ്ലസ് c എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക. അതായത് a² a കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് 1/ab എന്ന് കിട്ടും. ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് നോക്കണേ, tan ഇൻവേഴ്സ് ഓഫ് at എന്ന് കിട്ടുമല്ലോ അല്ലേ. അല്ലെങ്കിൽ a/b ഇൻറ്റു എന്ത് എഴുതാ? a/b ഇൻറ്റു t എന്ന് എഴുതാ പ്ലസ് c അല്ലേ. എന്ന് പറയുമ്പോൾ 1/ab ഇൻറ്റു നോക്കൂ മക്കളെ tan ഇൻവേഴ്സ് ഓഫ് a/b ഇൻറ്റു t എന്തായിരുന്നു? t എന്ന് പറഞ്ഞാൽ tan x ആണ്. പ്ലസ് c എന്ന് കിട്ടും അല്ലേ. ഇതല്ലേ കിട്ടുക.
അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ റൈറ്റ് സൈഡിലെ പാർട്ട് എങ്ങനെയാ പറയുന്നത്? 1/12 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ്, പിന്നെന്താ പറയുന്നത്? ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 3 tan x 3 tan x 3 tan x പ്ലസ് സി, ഇതല്ലേ പറയുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കൂ മക്കളെ, ഈ എ ബിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? 12. എ ബൈ ബിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? 3 അല്ലേ? അപ്പോ നമുക്ക് എന്ത് പറയാ? എ ബി ഈസ് ഈക്വൽ ടു ആരാണെന്ന് പറയാ? എ ബി ഈസ് ഈക്വൽ ടു 12 എന്ന് പറയാ. അതേപോലെ എ ബൈ ബി ഈസ് ഈക്വൽ ടു ആരാണെന്ന് പറയാ? 3 എന്ന് പറയാ. പറഞ്ഞോടോ. അപ്പൊ എ ബൈ ബി ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 3b. അങ്ങനെയാണെങ്കിൽ ഈ ഐഡന്റിറ്റി എ ഇൻറ്റു ബി ആണല്ലോ. എയുടെ സ്ഥാനത്ത് എനിക്ക് 3b എന്ന് എഴുതാ. 3b ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അതായത് ബി സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടും? 4. ബി സ്ക്വയർ 4 കിട്ടി അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ഫോർമാറ്റിൽ പറഞ്ഞ് ദെൻ മാക്സിമം വാല്യൂ ഓഫ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ്. എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? മിനിമം വാല്യൂ എന്താ പഠിക്കുന്നത്? മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇതല്ലേ പഠിക്കുന്നത്? അപ്പോൾ എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സിന്റെ മാക്സിമം ആണ് കാണേണ്ടത്. അത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടണം. ബി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി എന്ത് കാണണം? എ സ്ക്വയർ കാണണം. എടാ മക്കളെ, ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9b സ്ക്വയർ എന്ന് കിട്ടും. അതായത് 9 ഇൻറ്റു ബി സ്ക്വയർ ആരാ? 4 എന്ന് പറയുമ്പോൾ 36 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ വേണ്ടത് റൂട്ട് ഓഫ് ആരൊക്കെയാ വേണ്ടത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വേണ്ടത്. എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ 36, ബി സ്ക്വയർ 4 എന്ന് പറയുമ്പോൾ റൂട്ട് 14 എന്ന് കിട്ടും. ഇതാണ് മാക്സിമം. റൂട്ട് 14 ആണ് മാക്സിമം. റൂട്ട് 40 ഓപ്ഷൻ നമ്പർ എ ആണ്. നവനീത് കൃഷ്ണ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? റൂട്ട് 14. മക്കളെ, ആദ്യം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്നിട്ട് എയും ബിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതി. കാണാൻ ചോദിച്ചത് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സിൻ്റെ മാക്സിമം ആണ്. ഇനി മിനിമം ആണ് ചോദിച്ചെങ്കിൽ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ആണ്. അതാണ് നമ്മൾ എഴുതി വെച്ചത്. റെഡിയാണോ മക്കളെ? റെഡിയല്ലേ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, വീണ്ടും ഡെഫിനിറ്റ് ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to π/4 ആണ് പറയുന്നത്. cos സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് ഹോൾ സ്ക്വയർ എന്നാ പറയുന്നത് അല്ലേ? ഇൻറ്റു ഡി എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് അല്ലേ, എന്ത് ചിന്തിക്കുക? ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഇയാളാണല്ലോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കോസ് ക്യൂബ് കോമൺ ഔട്ട് ചെയ്ത് നോക്ക്. കോസ് ക്യൂബ് കോമൺ ഔട്ട് ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമല്ലേ? കോസ് ക്യൂബ് കോമൺ ഔട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to π/4 എന്ന് എഴുതിയ ന്യൂമറേറ്റർ ആരൊക്കെയുണ്ട്? ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, രണ്ടാമത് ആരുണ്ട്? സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. ഡിവൈഡഡ് ബൈ, എടാ മക്കളെ, ഹോൾ സ്ക്വയർ ഉള്ള സ്ഥിതിക്ക് കോസ് ക്യൂബ് കോമൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോസ് ക്യൂബ് എന്ന് പറയുന്നത് കോസ് റേസ് ടു 6 ആകും അല്ലേ? ഇനി ബ്രാക്കറ്റിനുള്ളിൽ എന്താ കിട്ടുക? 1 കിട്ടും. രണ്ടാമത്തത് സൈൻ ക്യൂബ് അല്ലേ? അതിനകത്ത് കോസ് ക്യൂബ് കോമൺ ഔട്ട് ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് ബൈ കോസ് ക്യൂബ്. സൈൻ ക്യൂബ് ബൈ കോസ് ക്യൂബ് ആരാ? ടാൻ ക്യൂബ് എന്ന് കിട്ടും. അതായത് ടാൻ ക്യൂബ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ചെയ്തതോ ഓക്കെ ആണല്ലോ? അതായത് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഡിനോമിനേറ്ററിന് കോസ് ക്യൂബ് കോമൺ ഔട്ട് ചെയ്യുന്നത്, ഹോൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് അത് കോസ് റേസ് ടു 6 ആയിട്ട് മാറും. അപ്പോൾ ഇത് 1 ആയിട്ട് മാറും. ഇത് സൈൻ ക്യൂബ് ബൈ കോസ് ക്യൂബ് എന്തായിട്ട് മാറും? ടാൻ ക്യൂബ് ആയിട്ട് മാറും അല്ലേ? ടാൻ ക്യൂബ് ആയിട്ട് മാറും. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇതിനെ ഒന്നുകൂടി ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നു. ഇന്റഗ്രൽ 0 to എവിടം വരെയാ പോകുന്നത്? π/4. എടാ മക്കളെ, കോസ് സ്ക്വയർ കോസ് റേസ് ടു 6 കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഡിനോമിനേറ്റർ കോസ് റേസ് ടു 4 ആയി. ഇനിയോ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ. സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ആരാ? ടാൻ സ്ക്വയർ എന്ന് എഴുതാ. പിന്നീട് ഒരു 1/cos സ്ക്വയർ. എടാ നോക്കണേ, അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിക്കോ. ന്യൂമറേറ്ററിലെ സൈൻ സ്ക്വയർ കിടക്കുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ ആരാ കിടക്കുന്നത്? കോസ് റേസ് ടു 4 ആണ്. അതിനെ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം.
സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാ, ടാൻ സ്ക്വയർ എന്ന് എഴുതാ. അപ്പൊ ആദ്യം ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു 1 കോസ് സ്ക്വയർ ആണ് എന്ത് എഴുതാ, സീക് സ്ക്വയർ എക്സ് എന്ന് എഴുതാ, ഡിവൈഡഡ് ബൈ എന്താണ് 1 പ്ലസ് ടാൻ ക്യൂബ് എക്സ് ഹോൾ സ്ക്വയർ. റെഡി അല്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്താൽ പോരെ അല്ലേ? ഡിനോമിനേറ്ററിൽ കിട്ടിയിരിക്കുന്ന ആരാ, 1 പ്ലസ് ടാൻ ക്യൂബ് എക്സ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? 1 പ്ലസ് ടാൻ ക്യൂബ് എക്സിന് ടി എന്ന് പേരിട്ട് വിളിച്ചോ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ആരാണെന്ന് ചോദിച്ചാൽ 3 ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ആരാ, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് അല്ലേ? അപ്പൊ സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. റെഡി ആണല്ലോ? ഇനി ലിമിറ്റ് ചേഞ്ച് ചെയ്യണ്ടേ? നോക്കിക്കോ മക്കളെ, എക്സ് 0 ആണെങ്കിൽ ടി എന്താ കിട്ടുക, എക്സ് 0 ആണെങ്കിൽ ഇത് 0 അല്ലേ? അപ്പൊ ടി ഈക്വൽ ടു എത്ര കിട്ടും, 1. ഇനി എക്സ് ഈക്വൽ ടു ആരാണെങ്കിൽ π/4 ആണെങ്കിൽ എക്സിന് π/4 കൊടുത്താൽ ഇത് tan π/4 1 ആണ്. ടാൻ ക്യൂബ് എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ടി എന്താ അവിടെ കിട്ടും, ടി ഈക്വൽ ടു എത്ര കിട്ടും, 1 + 1 2 എന്ന് കിട്ടും അല്ലേ? ഇതിലെ കിട്ടുക. അപ്പൊ ഇവിടെ നോക്കണേ, ഇത്രയും ഭാഗം, അതായത് മക്കൾ ശ്രദ്ധിച്ചോളെ, ഇത്രയും ഭാഗം നമ്മുടെ ന്യൂമറേറ്ററിലുണ്ട്. ആരില്ല, ഈ 3 ഇല്ല. 3 ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു സീക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് ഇതാ കിടക്കുന്നത്. ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു സീക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് കിടക്കുന്നത്. അവിടെ ഡി ടി ബൈ എന്ത് എഴുതാ, 3 എന്ന് എഴുതാ. നോക്കണേ, ഇൻ്റഗ്രൽ ആരാണ്, ഡി ടി ബൈ ആരാണ്, 3 ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 1 to 2. റെഡി ആണല്ലോ? ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ ക്യൂബ് എക്സിന് ടി എന്ന് കൊടുത്ത സ്ഥിതിക്ക് ഇതെന്തായിട്ട് മാറും, ടി സ്ക്വയർ ആയിട്ട് മാറും അല്ലേ? ടി സ്ക്വയർ ആയിട്ട് മാറുമല്ലോ. അതായത് 1/3 കോമൺ ഔട്ട് ചെയ്ത് 1/t സ്ക്വയർ അതിനെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് -1/t ആണെന്ന്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 1 to 2 അല്ലേ? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ആൻസറിലേക്ക് കടക്കാലോ അല്ലേ? അതായത് -1/3 കോമൺ ഔട്ട് ചെയ്തോ. അപ്പോൾ -1/3 കോമൺ ഔട്ട് ചെയ്ത് ഇനി 1/t അല്ലേ ഉള്ളത്. ടിക്ക് 2 കൊടുത്താൽ 1/2, ടിക്ക് 1 കൊടുത്താൽ 1 എന്ന് പറയുമ്പോൾ -1/3 ഇൻറ്റു എന്ത് കിട്ടും, -1/2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര കിട്ടും, 1/6 എന്ന് കിട്ടും. 1/6 ഉണ്ടോ? യെസ്, 1/6 എന്ന് കിട്ടും. അതാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. സാറേ, അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റുന്നില്ല. അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റാത്ത എന്താ, നിന്റെ പാസ്വേഡൊക്കെ കറക്റ്റ് അല്ലേ? അവലെ വേറെ എന്തെങ്കിലും എറർ ഉണ്ടോ? സൈലത്തിന്റെ സ്റ്റുഡൻ്റ് ആണോ? ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. എന്താ മക്കളെ, മറന്നുപോയോ? ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് എന്തുണ്ട്, ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ പറ്റുമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. എന്താടാ ചിരിക്കുന്നത്? പാസ്വേഡ് തന്നെ ഫില്ലാവുക. ഒന്നും കൂടി ശ്രമിച്ചു നോക്ക് കേട്ടോ. സെക്ഷൻ എക്സ്പയർഡ് എന്ന് കാണിക്കുന്നത്. അതിൻ്റെ അകത്തൊരു കോണ്ടാക്ട് നമ്പർ ഉണ്ട് മോനെ. ആ കോണ്ടാക്ട് നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ എന്നിട്ടും നാളെ ഒന്നും കൂടി ശ്രമിച്ചു നോക്കുക. എന്നിട്ടും മെൻറോട് ചോദിക്ക് എന്ന് പറയുന്നുണ്ട്. മെൻറോട് ചോദിക്ക്. മെൻറർ എന്താ പറയുന്നത് നോക്ക്. അപ്പോൾ മെൻററെ വിളിക്കുക. മെൻററെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് തരും. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ SP സാറുണ്ട്. SP സാറിൻ്റെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഒന്ന് മെൻറോട് തരാൻ പറ. ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട. അതിലെന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കും, അല്ലാത്ത വേറൊരു സാധ്യതയും അതിൻ്റെ അകത്ത് കാണുന്നില്ല. ടെൻഷൻ അടിക്കണ്ട, ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. അടുത്ത പ്രോബ്ലം ഇതാണ്. ഓക്കെ, എന്താ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്. ദ വാല്യൂ ഓഫ് 9 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 9 ബോക്സ് ഓഫ്, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് √10x ഡിവൈഡഡ് ബൈ x + 1 dx where box t അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് t ഡിനോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു t എന്നാ പറയുന്നത്. ഇതാണ് പറയുന്നത് അല്ലേ?
അപ്പോൾ 0 to 9 അല്ലേ റാഡിക്കൽ സൈൻ അല്ലേ വന്നിരിക്കുന്നത്, ബോക്സ് വാല്യൂ അല്ലേ കാണാൻ പറഞ്ഞത്. റാഡിക്കൽ സൈൻ വന്നതുകൊണ്ട് റൂട്ട് വന്നതുകൊണ്ട് നമുക്ക് എന്താ ഈ ഇൻ്റഗ്രലേ അതായത് ഈ ലിമിറ്റ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത് റൂട്ടിനുള്ളിലാണ് വന്നത് എന്ന് പറയുമ്പം റൂട്ടിനുള്ളിൽ വന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരാ 10x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതല്ലേ ആദ്യം കിട്ടിയിരിക്കുന്നത്, അല്ലേ. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം എന്ന സ്ഥിതിക്ക് ആദ്യം 1 എടുത്ത് നോക്ക്. റൂട്ട് 1 അല്ലേ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 10x ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ, 1/9. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട പോയിന്റ് ഒന്ന് 0 to 1/9. റെഡി ആണല്ലോ. ഇനി അടുത്ത നമ്പർ എടുക്കുമ്പോൾ 10x അല്ലേ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 അല്ലേ ഈസ് ഈക്വൽ ടു അടുത്ത ഒരു പെർഫെക്റ്റ് സ്ക്വയർ 2 പെർഫെക്റ്റ് അല്ലാലോ 3 അല്ലാലോ. അടുത്തത് ആരോ എടുക്കേണ്ടത് 4. അങ്ങനെ എടുക്കുമ്പോൾ 10x ഈസ് ഈക്വൽ ടു 4x പ്ലസ് എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. അതായത് എക്സ് ഈക്വൽ ടു 4/6 എന്ന് പറഞ്ഞാൽ ആര് കിട്ടി, 2/3. ഇനി അടുത്തത് ആരാ, പെർഫെക്റ്റ് സ്ക്വയർ 5 ഇല്ലാലോ, 6 ഇല്ലാലോ, 7 ഇല്ലാലോ, 8 ഇല്ലാലോ, 9 ആണ്. 9 ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ 10x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 9 എന്ന് പറയുമ്പോൾ 10x ഈക്വൽ ടു 9x പ്ലസ് 9 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടും, 9 അല്ലേ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൻ്റ് അല്ലേ ഇൻ്റഗ്രല് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക, 9 into 9 കോമൺ ഔട്ട് ചെയ്തേ. ഒന്നാമത്തത് ഇൻ്റഗ്രൽ 0 to 9 ഇൻറ്റു അണ്ടർ റൂട്ട് ആരൊക്കെ 10x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 dx. 0 to 9 അല്ല, കട്ട് ചെയ്യാൻ വിട്ടുപോയല്ലോ അല്ലേ, കട്ട് ചെയ്യണ്ടേ. കട്ട് ചെയ്യുമ്പം ആദ്യം എങ്ങനെ കട്ട് ചെയ്യുക, 0 to ആദ്യം കട്ട് ചെയ്ത പോയിന്റ് ഏതാ, 1/9. അപ്പോൾ 0 to 1/9. ഇനിയോ ഇൻ്റഗ്രൽ 1/9 ടു അടുത്ത പോയിന്റ് ഏതാണോ പറയുന്നത്, 2/3. 1/9 to 2/3 ദ സെയിം ഇൻ്റഗ്രാൻഡ് അല്ലേ. പ്ലസ് അടുത്തതോ 2/3 ടു ആരാണ് 9 ദ സെയിം ഇൻ്റഗ്രാൻഡ്. ഇങ്ങനെയല്ലേ കട്ട് ചെയ്യുക, ഇങ്ങനെയല്ലോ കട്ട് ചെയ്യുക അല്ലേ. ഇനി നോക്ക് ഏതാ 0 to 1/9 അല്ലേ എടുക്കുന്നത് അല്ലേ. 0 to 1/9 അല്ലേ എടുക്കുന്നത്. എല്ലാം ആരാണ്, ബോക്സ് ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഇതും ബോക്സ് ആണ്, ഇതും ബോക്സ് ആണ്, ഇതും ആരാണ്, ബോക്സ് അല്ലേ. അപ്പോൾ ആ ബോക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ നോക്കണേ, നിങ്ങളൊരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, ലോവർ ലിമിറ്റ് ആരാ, 0 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്റർ 1 0/1 എന്ന് പറയുമ്പം ആദ്യത്തത് നമുക്ക് കിട്ടുന്നത് ആരാണെന്നോ 9 ഇൻറ്റു എന്ത് കിട്ടും, 9 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1/9 ആണോ, യെസ് 1/9 ഇൻറ്റു 0 dx എന്ന് കിട്ടും. പ്ലസ് ഇൻ്റഗ്രൽ 1/9 to 2/3 ആണേ അടുത്ത് കിട്ടണമെങ്കിലും ഇതാ ലോവർ ലിമിറ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോവർ ലിമിറ്റ് ആരാ, 1/9 അല്ലേ. അപ്പോൾ 10x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ലോവർ ലിമിറ്റ് 1/9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 ഇൻറ്റു 1/9 ഡിവൈഡഡ് ബൈ 1/9 പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ. എന്ന് പറയുമ്പം ന്യൂമറേറ്റർ 10 കിട്ടും, ഡിനോമിനേറ്റർ 10 കിട്ടും, അതായത് 1 എന്ന് കിട്ടും അല്ലേ. അതായത് എന്ത് കിട്ടും, 1 dx എന്ന് കിട്ടും. അടുത്തത് എടാ മക്കളെ, ആ ബോക്സ് വാല്യൂ കാണണമെങ്കിൽ നോക്കിക്കോളെ, ഒന്നുകൂടി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളെ. ആ ബോക്സ് വാല്യൂ കാണണമെങ്കിൽ മക്കളെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ഇൻ്റഗ്രൽ 0 to 1/9 ബോക്സ് ഓഫ് ആരാണ്, റൂട്ട് 10x നോക്കണേ 10x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു dx. രണ്ടാമത്തത് 1/9 to 2/3 എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ, യെസ് 2/3 ബോക്സ് ഓഫ് സെയിം വൺ റൂട്ട് ഓഫ് 10x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു dx പ്ലസ് ഇനിയോ 2/3 to 9 ആണ്. ഇതേപോലെ ആരുണ്ട്, ബോക്സ് ഓഫ് റൂട്ട് 10x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. എടാ ഇതിൻ്റെയൊക്കെ ബോക്സ് വാല്യൂ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നോ ശ്രദ്ധിച്ചോ. ഈ ലോവർ ലിമിറ്റില്ലേ, എക്സിന് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ.
എക്സിന് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ കേസ് 0 ആയിട്ട് മാറുമല്ലോ. ഇനി അടുത്തത് എക്സിന് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 1/9, 10 × 1/9 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ 10/9, ഡിനോമിനേറ്റർ 1/9 + 1 ആണ്. എടാ 1/9 + 1 എന്ന് പറയുമ്പോൾ അത് എത്രയായിട്ട് മാറും? 10/9 ആയിട്ട് മാറും. 10/9 ഡിവൈഡഡ് ബൈ 10/9 എന്ന് പറയുമ്പോൾ 1dx എന്ന് കിട്ടി. പ്ലസ് അടുത്തത് ആരാ? ഇന്റഗ്രൽ എവിടുന്ന് എവിടത്തേക്കാ പോകേണ്ടത്? 2/3 നിന്ന് എവിടത്തേക്കാ? 9ലേക്ക്. ലോവർ ലിമിറ്റ് ആരാ? 2/3 ആണ്. എൻ്റെ സാറേ ലോവർ ലിമിറ്റ് 2/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് എന്ന് നോക്ക്. 10 × 2/3 എന്ന് പറയുമ്പോൾ 20/3 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററോ 2/3 + 1 ആണ്. 2/3 അല്ലേ? 2/3 പ്ലസ് എത്രയാ കിട്ടുന്നത്? 1 ആണ് എന്ന് പറയുമ്പോൾ 3 × 2 5, 10. 4 തെറ്റിയോ? അതിന് റൂട്ട് വാല്യൂം കൂടിയും വേണ്ട അല്ലേ? അപ്പോൾ റൂട്ട് വാല്യൂ, അപ്പോൾ എക്സ് കറക്റ്റ് അല്ലേ? √1 എന്ന് പറയുന്നത് 1 കിട്ടി അല്ലേ? അപ്പോൾ അടുത്ത എന്താ കിട്ടുക നോക്കണേ. 2/3 + 1 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ 2/3 20/3 എന്ന് കിട്ടി. ഡിനോമിനേറ്റർ 5/3 എന്ന് കിട്ടി. 20/5 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 അല്ലേ സാറേ? 28th ആണെങ്കിൽ റിലീസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ 2-3 ദിവസത്തെ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി റിലീസ് ചെയ്തിട്ടില്ല എന്ന കാര്യം ഓർമ്മ വേണേ. അത് ഞാൻ എന്നോട് പറയാൻ വിട്ടുപോയി കേട്ടോ. നവനീതേ താങ്ക്. അപ്പോൾ ഇവിടെ എക്സിന് 2/3 ലോവർ ലിമിറ്റ് കൊടുത്താൽ √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √4 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. അതായത് അടുത്തത് 2dx. ഇത്ര സിമ്പിളായിട്ട് മാറി. ഇനി ഒന്നാമത്തെ എൻ്റെ എന്താണ്? ഇൻ്റഗ്രൽ 0 അല്ലേ? നോക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്തെ എൻ്റെ എത്രയാണോ കിട്ടുക? രണ്ടാമത്തത് എക്സ് ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് ആരൊക്കെ? 1/9 to 2/3. ഇനി അടുത്തത് 2x ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് ആരൊക്കെയാണ്? 2/3, 9. ഇനി 9 × ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യത്തെ എൻ്റെ അകത്ത് 2/3 - 1/9. റെഡിയാണല്ലോ. രണ്ടാമത്തേൽ കൊടുക്കുമ്പോൾ 2 × 9 18 മൈനസ് 2 × 2/3 എന്ന് പറയുമ്പോൾ 4/3 എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക? അപ്പോൾ 9 നോക്കണേ 2/3 മൈനസ് എത്രയാ? 4/3 മൈനസ് 2/3 എന്ന് കിട്ടും. ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ. ഇനിയോ അടുത്തത് -1/9 കിടക്കുന്നുണ്ട്, 18 കിടക്കുന്നുണ്ട്. റെഡിയാണല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് LCM എത്ര കിട്ടും? 18 അല്ല 9 എടുക്കുക. ബ്രാക്കറ്റിന് പുറമെ 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യ നമ്പർ -6 ആയിട്ട് മാറും, അടുത്ത് -1 ആയിട്ട് മാറും. ഇനിയോ 18 × 9 ആണ്. അടുത്ത് എന്ത് കിട്ടും? 18 × 9 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 9 കട്ട് ചെയ്ത് -6 -1 എന്ന് പറയുമ്പോൾ -7 എന്ന് കിട്ടും. ആദ്യത്തത് എന്താ കിട്ടുന്നത്? -7. ഇനി അടുത്തത് എത്രയാണ് കിട്ടുക? 18 × 9 അല്ലേ? അപ്പോൾ 9 8 72 162 എന്ന് കിട്ടും. 162. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ് കിട്ടുക? 155 എന്ന് കിട്ടും. അപ്പോൾ 155 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. എത്രയാ? 155 ആണ് ഈ ആൻസർ കിട്ടിയിരിക്കുന്നത്. കാൽക്കുലേഷൻ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കാൽക്കുലേഷൻ്റെ അകത്ത്. കാരണം എന്താണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. മെത്തേഡ് ക്ലിയർ ആയിരിക്കും എന്ന് കരുതുന്നു. മക്കളെ, ഈ ബോക്സ് വാല്യൂ കാണുമ്പോൾ തെറ്റിക്കരുത്. ഈ ലോവർ ലിമിറ്റ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഓർത്ത് വെക്കണം, റൂട്ടാണ്. അതുകൊണ്ട് ലാസ്റ്റ് 1 എന്ന് പറയുന്നത് √4 ആണ്. ആ √4 ആണ് എന്തായിട്ട് മാറുന്നത്? 2 ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത് 2025 2024 മറ്റോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ വാല്യൂ കാണാനൊന്നും മാറൂലല്ലോ. ലോവർ ലിമിറ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയേ. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് മാത്രം എടുത്തതാണ്. ഇതാ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ? ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ പോരെ? എന്തായിരുന്നു പ്രോപ്പർട്ടി പറയുന്നത്? ഇൻ്റഗ്രൽ a to b fx dx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ a to b ഏതിന് ഈക്വലാ? f(a + b - x)ന് ഈക്വൽ ആണ്. ഇതല്ലേ പഠിച്ചത് അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കുന്നത്? I എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇത് I. ഇനിയോ ആ ഐയിലെ ഞാൻ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത് ഇൻ്റഗ്രൽ -π/2 to π/2. എടാ a + b എന്ന് പറയുമ്പോൾ -π/2 to
മൈനസ് പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു 0 ആയിട്ട് മാറുമല്ലോ. 0 മൈനസ് എക്സ്. അപ്പൊ എക്സിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് എക്സ് എന്ന് കൊടുക്കണം. അപ്പൊ ഇതെന്തായിട്ട് മാറും? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് അല്ലേ? ഇതിനെങ്ങനെ മാറ്റി എഴുതാ? ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു, മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു അല്ലേ? 1 ബൈ ഇ റൈസ് ടു മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റൈസ് ടു സൈൻ എക്സ് ആണ്. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു സൈൻ എക്സ് ന്യൂമറേറ്ററിലേക്ക് വരും, ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു സൈൻ എക്സ് നോക്കണേ പ്ലസ് 1 എന്ന് കിട്ടും ഇൻറ്റു ഡി എക്സ്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇത് ഇക്വേഷൻ നമ്പർ 2 ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇത് 2 ആയിട്ടും എടുത്തോ. രണ്ടും കൂടിയും ആഡ് ചെയ്ത് നോക്ക്. ആഡ് ചെയ്താൽ മക്കൾക്ക് എന്താ കിട്ടുക എന്ന് പരിശോധിച്ച് നോക്ക്. ഐ പ്ലസ് ഐ 2i എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു രണ്ടിൻ്റെയും ലിമിറ്റ് ഓഫ് ഇന്റഗ്രൽ സെയിം ആണ്, മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 1 പ്ലസ് ഇ റൈസ് ടു സൈൻ എക്സ് ആണ്. എങ്കിൽ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്താൽ പോരെ. ആദ്യത്തെ ന്യൂമറേറ്റർ ആരാണ്? 1 ആണ്. രണ്ടാമത്തെ ന്യൂമറേറ്റർ ആരാണ്? ഇ റൈസ് ടു സൈൻ എക്സ് ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് ഇ റൈസ് ടു സൈൻ എക്സ് എന്ന് കിട്ടും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം അല്ലേ? അപ്പോൾ 1 ഡി എക്സ് എന്ന് കിട്ടുമല്ലോ. 1 ഡി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എന്താണ്? ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ പൈ ബൈ ടു മൈനസ് മൈനസ് പ്ലസ് പൈ ബൈ ടു എന്ന് കിട്ടും. പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ആരാ? പൈ എന്ന് കിട്ടും അല്ലേ? അതായത് 2i is equal to പൈ എന്ന് കിട്ടും. i is equal to വാല്യൂ എന്ത് കിട്ടും? പൈ ബൈ ടു എന്ന് കിട്ടും. പൈ ബൈ ടു ഓപ്ഷൻ നമ്പർ സി ആണ് റൈറ്റ് ആൻസർ. നവനീതേ ഈ ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് വേഗം വേഗം ആൻസർ പറയാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. റെഡിയല്ലേ? റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ മക്കളെ? റെഡിയാണല്ലോ? റെഡിയാണല്ലോ? പൈ ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നത്. ടീച്ചേഴ്സ് ആ ടൈപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഞാൻ അറിയില്ല, നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഓഫ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈങ് ഇന്റഗ്രൽ 0 to t square f of x plus x square into dx equal to 4 by 3 into t cube for all t greater than 0. Then f of pi square by 4 എന്താണെന്നാ ചോദിച്ചത്. എഫ് ഓഫ് പൈ സ്ക്വയർ ബൈ 4 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? എഫ് ഓഫ് എക്സ് അറിയണം അല്ലേ? എഫ് ഓഫ് എക്സ് അറിയണ്ടേ? ഇവിടെ ഇതാ ഇന്റഗ്രലാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലെബനിസ് റൂൾ ഉപയോഗിച്ചാൽ മതിയല്ലോ. എന്ന് പറഞ്ഞാൽ ലെബനിസ് റൂൾ ഉപയോഗിക്കുമ്പം നമുക്ക് എന്താ കിട്ടുക അല്ലേ? എന്താ ലെബനിസ് റൂൾ നിങ്ങൾ പഠിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ യു ഓഫ് എക്സ് വി ഓഫ് എക്സ് എഫ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് യു ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു ഓഫ് എക്സ് അല്ലേ? എന്ന് പറയുമ്പം ലെബനിസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നോക്കണേ, എഫ് ഓഫ് എക്സ് മാറ്റിയിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുക ടി സ്ക്വയർ. ശരിയാണല്ലോ? പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ ടി റേസ് ടു 4 ആയിട്ട് മാറും. ഇൻറ്റു അപ്പർ ലിമിറ്റ് ആയ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t മൈനസ് ലോവർ ലിമിറ്റ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടിയില്. റൈറ്റ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4/3 ഇൻറ്റു ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആരാ? 3t സ്ക്വയർ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ടി അതാണ് ചെയ്തത്. ലെഫ്റ്റ് സൈഡ് എന്താണ്? ലെബനിസ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കുക എഫ് ഓഫ് ടി സ്ക്വയർ ഇൻറ്റു രണ്ടാമത്തത് പ്ലസ് ടി റേസ് ടു 4 ആണ് ഈക്വൽ ടു നോക്ക് 2 ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ 4 കിടക്കുന്നുണ്ട്. ക്യാൻസലേഷൻ നടക്കും. ഒരു ടിയും തമ്മിൽ ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ എന്ത് മാത്രമേ കിട്ടൂ? 2t എന്ന് മാത്രമേ കിട്ടൂ. എന്ത് കിട്ടും? 2t എന്ന് മാത്രമേ കിട്ടൂ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം? 2t മൈനസ് ടി റേസ് ടു 4 എന്ന് പറയാം. എന്താ കാണേണ്ടത്? എന്തായിരുന്നു കാണേണ്ടത്? ദാ എഫ് ഓഫ് പൈ സ്ക്വയർ ബൈ 4 അല്ലേ കാണേണ്ടത്? അപ്പോൾ ടിയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ടി ഈക്വൽ ടു പൈ ബൈ 2 എന്ന്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ടി പൈ ബൈ 2 ആണെങ്കിൽ ടി സ്ക്വയർ പൈ സ്ക്വയർ ബൈ 4 അതല്ലേ കാണേണ്ടത്. അപ്പോൾ ടി ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? പൈ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും? എഫ് ഓഫ് പൈ സ്ക്വയർ ബൈ 4. റെഡി അല്ലേ? അല്ലേ? റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താണ്? 2t ആണ്. അപ്പോൾ 2 ഇൻറ്റു ടി ആരാണ്? പൈ ബൈ 2 മൈനസ് ടി റൈസ് ടു 4 ആണ്. അത് പൈ ബൈ 2 ഹോൾ റൈസ് ടു 4 എന്ന് കിട്ടും. അതായത് പൈ മൈനസ് എത്ര കിട്ടും? പൈ റൈസ് ടു 4 ബൈ 16 എന്ന് കിട്ടും. പൈ കോമൺ ഔട്ട് ചെയ്തോ. പൈ ഇൻറ്റു 1 മൈനസ് പൈ ക്യൂബ് ബൈ 16 എന്ന് എഴുതാം. ഇങ്ങനൊരു ആൻസർ ഉണ്ടോ? പൈ ഇൻറ്റു 1 മൈനസ് പൈ ക്യൂബ് ബൈ 16. ഓപ്ഷൻ നമ്പർ എ അല്ലേ റൈറ്റ് ആൻസർ? ബി അല്ല, അതേപോലെ സി അല്ല, ഡി അല്ല. ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? റെഡിയാണല്ലോ? റെഡിയാണല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾ പരിശോധിച്ചോ. വീണ്ടും ബോക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റഗ്രൽ 0 to 5 കോസ് ഓഫ് പൈ ഇൻറ്റു എക്സ് മൈനസ് ഓഫ് ബോക്സ് എക്സ്. ബോക്സ് ഇല്ലാലോ, ആദ്യം ബോക്സ് ഇല്ലേ. കോസ് ഓഫ് പൈ ഇൻറ്റു എക്സ് മൈനസ് ഇവിടെയാണ് ബോക്സ്, അതല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ 2 ഇൻറ്റു ഡി എക്സ്. അല്ലേ? ഇത് ആരാണെന്നാണ് ചോദിച്ചത്. എവിടെയാ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ വന്നത്? ബോക്സ് എക്സ് ബൈ 2 ഇതല്ലേ. അപ്പൊ ഇതെന്ത് കിട്ടണം? ഒരു ഇൻറ്റിജർ കിട്ടണം. എന്ത് കിട്ടണം? ഇൻറ്റിജർ കിട്ടണം. അതിനനുസരിച്ച് നമുക്ക് ലിമിറ്റ് മാറ്റണമല്ലോ. ഇൻറ്റിജർ കിട്ടണമെങ്കിൽ ഒന്ന് എക്സ് ബൈ 2 എന്ന് പറയുന്നത് ഇൻറ്റിജർ കിട്ടണമെങ്കിൽ ഒന്ന് എക്സ് ഈക്വൽ ടു 0. റെഡിയാണ് അല്ലേ? അപ്പോൾ 0 ലോവർ ലിമിറ്റ് ആയതുകൊണ്ട് 0 നോക്കേണ്ട ആവശ്യമില്ല. ഇനി 1 കൊടുത്താൽ നമുക്ക് കിട്ടത്തില്ലാലോ. 1 എക്സിന് 1 കൊടുത്താൽ 1/2 ഇൻറ്റിജർ കിട്ടത്തില്ലാലോ. ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത് എന്താ കൊടുക്കേണ്ടത്? 2 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ലിമിറ്റ് മാറുമ്പോൾ 0 to 2 പ്ലസ് അടുത്തതോ 2 കഴിഞ്ഞാൽ ആരാ കൊടുക്കേണ്ടത്? 3 കൊടുത്താൽ 3/2 ആണ്. അത് ഇൻറ്റിജർ ആകുന്നില്ല. പിന്നെ കൊടുക്കാൻ പറ്റിയ നമ്പർ ആരാ? 4 അല്ലേ? 4 കഴിഞ്ഞാൽ 5ൽ അവസാനിക്കുന്നത് കൊണ്ട് ഇന്റഗ്രൽ 4 to 5 എന്ന് എഴുതാം. റെഡിയല്ലേ? ഇങ്ങനെയല്ലേ കിട്ടുക? അതായത് മക്കളെ നമുക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് 0 to 2 കോസ് ഓഫ് പൈ ഇൻറ്റു എക്സ് മൈനസ് ബോക്സ് എക്സ് ബൈ 2 ഇൻറ്റു ആരാ? ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 2 to 4 കോസ് ഓഫ് നോക്കണേ പൈ ഇൻറ്റു എക്സ് മൈനസ് ബോക്സ് ഓഫ് എക്സ് ബൈ 2 ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4 to 5 ഇതേ ആര് ഇൻ്റഗ്രേറ്റ്. മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? എടാ 0 to 2 അല്ലേ പറയുന്നത്? 0 to 2 അല്ലേ നമ്മൾ ആദ്യം പറയുന്നത് അല്ലേ? 0 to 2 എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ആരാ? 2 ആണല്ലോ. മാക്സിമം ആരാ? 2 ആണല്ലോ. 2 വരില്ലല്ലോ. ലെസ് ദാൻ 2 അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 0 to 2 എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന കേസാ. എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ 1.9 സംതിങ് എടുത്ത് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബോക്സ് വാല്യൂ എന്താ കിട്ടുന്നത്? 0 അല്ലേ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആദ്യത്തെ എൻ്റെ ബോക്സ് വാല്യൂ എന്ത് കിട്ടും? അതായത് 0 എന്ന് കിട്ടും. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ 0 to 2 കോസ് ഓഫ് പൈ ഇൻറ്റു എടാ കുഞ്ഞുങ്ങളെ ഇത് 0 ആണെങ്കിൽ ഇതെന്തായിട്ട് മാറി? എക്സ് എന്ന് മാത്രം കിട്ടും. അതായത് പൈ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇൻറ്റു ഇൻ്റഗ്രൽ എവിടത്തേക്കാ പോകേണ്ടത്? 2 to 4ലേക്കാ പോകേണ്ടത്. 2 to 4 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 4 ആണ്. ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ നോക്കണേ, നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ഇത് 3 പോയിന്റ് സംതിങ് എടുത്തോ. ബൈ 2 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് സംതിങ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് വാല്യൂ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് എഴുതി, പിന്നീട് പൈ എഴുതി, എക്സ് മൈനസ് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ശരിയല്ലേ? പ്ലസ് അടുത്ത എത്രയാ? 4 to എവിടത്തേക്കാ പോകുന്നത്? 5ലേക്കാണ്. കോസ് ഓഫ് എന്ത് ചെയ്ത? പൈ ഇൻറ്റു എക്സ് മൈനസ് ലെസ് ദാൻ 5 അപ്പോൾ 4.9 കൊടുത്തോ. 4.9 എന്ന് പറയുമ്പം 2 പോയിന്റ് സംതിങ് ആ കിട്ടുക. അപ്പോൾ ബോക്സ് വാല്യൂ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും ഇൻറ്റു ഡി എക്സ് അല്ലേ? കോസിന്റെ ഇന്റഗ്രൽ ആരാ? സർ കോസ് 0 അല്ലേ ആദ്യത്തത്? അല്ലല്ലടാ, കോസ് 0 അല്ലല്ലോ കിട്ടുക. കാരണം മോനെ നോക്കിക്കോളെ, ഇവിടെ ആരുണ്ട്? ഇത്രയും ഭാഗം കിടക്കുന്ന കാണുന്നുണ്ടോ നീ?
ഇത്രയും ഭാഗം കൊടുക്കുമ്പോൾ ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ദാ ഈ ബോക്സ് വാല്യൂ മാത്രം എടുത്തോ. ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ബോക്സ് വാല്യൂന് നീ കൊടുത്ത രണ്ടിനേക്കാൾ ചെറുതല്ലേ. രണ്ടിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് സംതിങ് അല്ലേ കിട്ടുക അല്ലെ. 1 പോയിന്റ് സംതിങ് ഫോർ 1.9 എടുത്തോ. 1.9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 പോയിന്റ് സംതിങ് അല്ലേ കിട്ടുക. അതിന്റെ ബോക്സ് വാല്യൂ ആരാടാ 0 എന്ന് പറയുമ്പോൾ ഇത് 0 കിട്ടും. എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? പൈ എക്സ് എന്ന് കിട്ടും കേട്ടോ. കോസ് 0 അല്ല, കോസ് പൈ എക്സ് ആണ് കിട്ടുക അല്ലേ. അതേപോലെ രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ 0 to 2 to 4 ആണ്. ലെസ് ദാൻ 4 ആണ് പറയുന്നത്. ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ 4നേക്കാൾ കുറവ് 3.9 എടുത്തോ. 3.9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. 3.9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 പോയിന്റ് സംതിങ് അപ്പോൾ ആ ബോക്സ് വാല്യൂ ഈ ബോക്സ് വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ എക്സ് മൈനസ് 1 എന്ന് കിട്ടും. അടുത്തത് എന്ത് കിട്ടും? ഇതേപോലെ എക്സ് മൈനസ് 2 എന്ന് കിട്ടും അല്ലേ. ഇനിയോ കോസിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണെന്ന്? സൈൻ ആണ്. അപ്പോൾ സൈൻ എന്ത് കിട്ടും? പൈ എക്സ് ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടും. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2 പ്ലസ് അടുത്തത് വീണ്ടും സൈൻ പൈ ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ എന്താണ്? പൈ ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 2 to 4 എന്ന് കിട്ടും. മൂന്നാമത്തതിയും സൈൻ ഓഫ് എന്ത് കിട്ടും? പൈ ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ ആര് തന്നെ? പൈ ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 4 to 5 അല്ലേ. ഇനിയോ എല്ലാം പൈ എക്സ് സൈൻ പൈ എക്സ് അല്ലേ. സൈൻ പൈ എക്സ് അല്ലേ. സൈൻ എൻ പൈയുടെ വാല്യൂ ആരാ? 0 അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഏത് ഇൻറ്റിജർ കൊടുത്തു കഴിഞ്ഞാലും സൈൻ എൻ പൈ ഫോമിലല്ലേ കിട്ടുക. സൈൻ എൻ പൈ ഫോമിൽ കിട്ടുന്നത് കൊണ്ട് ആദ്യത്തെ 0 ആണ്, രണ്ടാമത്തെ 0 ആണ്, മൂന്നാമത്തെ 0 ആണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ കിട്ടുക. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? 0 ആണ് കിട്ടുക മോനെ. ആദ്യത്തത് മാറത്തില്ല. ഈ വാല്യൂ എന്താണ്? ആദ്യ കേസിൽ 0 to 2ന്റെ കേസിൽ 0 ആണ്. അതുകൊണ്ട് കോസ് പൈ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഓക്കെ ആണ് എന്ന് കരുതുന്നു. ഓക്കെ ആണ് എന്ന് കരുതുന്നു മക്കളെ. അതും മനസ്സിലാക്കി എന്ന് കരുതുന്നു. അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്ന ഈ ക്വസ്റ്റ്യനാണ് അല്ലേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ് കടക്കാൻ പോകുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ ക്യൂബ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സൈൻ ക്യൂബ് ഡിവൈഡഡ് ബൈ ആരാ പറയുന്നത്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ നമുക്ക് ഐ ആയിട്ട് എസ്യൂം ചെയ്യാം. ഇനി എന്ത് അപ്ലൈ ചെയ്യാം? സൂപ്പർ സ്റ്റാർ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. സൂപ്പർ സ്റ്റാർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദാ എക്സ്. ഓക്കെ സർ, ഞാൻ ഓൾ എക്സ് ഇനി 0 കൊടുത്ത. ഓക്കെ. അപ്പോൾ സൂപ്പർ സ്റ്റാർ പ്രോപ്പർട്ടി ആയ ഏത് കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ 0 ആണ്. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് പൈ ബൈ 2 ആണ്. അപ്പോൾ എക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യുക? എക്സ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? പൈ ബൈ 2 മൈനസ് എക്സ് അല്ലേ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എങ്ങനെ മാറ്റി ചെയ്ത? ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ആര് കിട്ടും? കോസ് ക്യൂബ്. അപ്പോൾ കോസ് ക്യൂബ് എക്സ് എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ആരാ? കോസ് എക്സ്. ഇനി കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ത് കിട്ടും? സൈൻ എക്സ് എന്ന് കിട്ടും. ഇത് നമ്പർ 2, ഇത് നമ്പർ 1. രണ്ടും ആഡ് ചെയ്ത് നോക്ക്. രണ്ടും ആഡ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡ് 2i എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ നോക്കണേ കുട്ടികളെ, ലിമിറ്റ് ഓഫ് ഇന്റഗ്രൽ സെയിം ആണ് 0 to പൈ ബൈ 2. ഡിനോമിനേറ്റർ സെയിം ആണ്. ആരാണ്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അത് സൈൻ ക്യൂബ് എക്സ് പ്ലസ് ആരാണ്? കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ആണ്. ഇതല്ലേ കിട്ടുക അല്ലേ? സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ്, അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഡാറ്റ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to പൈ ബൈ 2 എന്ന് എഴുതാം. ഇനിയോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ ആദ്യം എ പ്ലസ് ബി ആണ്. അപ്പോൾ സൈൻ ക്യൂബ് പ്ലസ് കോസ് ക്യൂബ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റോ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ഇൻറ്റോ കോസ് എക്സ്. ഇനിയോ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഉണ്ട്. ഇല്ലടോ അല്ലേ? അപ്പോൾ ക്യാൻസലേഷൻ നടക്കുമല്ലോ.
ക്യാൻസലേഷൻ നടക്കുമല്ലോ. ക്യാൻസലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇതാ, ഇത് രണ്ടും കട്ട് ചെയ്ത്. ഇനി സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ആരാ? 1 ആണ്. സോ ഇത് എഴുതുമ്പോൾ എന്ത് കിട്ടും? അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് കട്ട് ചെയ്യുക അല്ലേ. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ ആരൊക്കെയാണ് വരുന്നത്? ഒരു സൈൻ സ്ക്വയർ ഉണ്ട്, ഒരു കോസ് സ്ക്വയർ ഉണ്ട്. അത് 1 ആയിട്ട് മാറും. അപ്പോൾ 1 മൈനസ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മാത്രം പോരെ. 1 അല്ലേ മൈനസ് സൈൻ എക്സ് കോസ് എക്സിനാ സൈൻ 2x/2 എന്ന് എഴുതാലോ. സൈൻ 2xന്റെ ഇൻ്റഗ്രൽ ആരാ? മൈനസ് കോസ് 2x/2. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടുമല്ലോ. എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടുമല്ലോ അല്ലേ. എങ്ങനെ മാറ്റി എഴുതി? ആദ്യം ഞാൻ എന്ത് എഴുതുന്നു നോക്കണേ. ഇൻ്റഗ്രൽ 0 to π/2 1 മൈനസ് സൈൻ എക്സ് കോസ് എക്സിനാ 1/2 ഇൻറ്റു എന്ത് എഴുതാ? സൈൻ 2x ഇൻറ്റു dx എന്ന് എഴുതാ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആദ്യത്തത് എക്സ്, രണ്ടാമത്തത് 1/2 ഇൻറ്റു സൈൻ ആണ്. ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ മൈനസ് കോസ്, അപ്പോൾ മൈനസും പ്ലസ് എന്ന് കിട്ടും. കോസ് 2x/2 ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to π/2. റെഡി അല്ലേ? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ആദ്യം π/2 പ്ലസ് 1/4 ഇൻറ്റു കോസ് 2π/2 എന്ന് പറഞ്ഞാൽ കോസ് പൈ ആണ്. കോസ് പൈയുടെ വാല്യൂ എത്ര കിട്ടും? -1 എന്ന് കിട്ടും. ഇതാണ് അപ്പർ ലിമിറ്റ് കൊടുത്താൽ കിട്ടുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം എക്സ് 0 ആയി. ഇനി 1/4 ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ ആരാണ്? 1 ആണ് അല്ലേ. എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ആദ്യ ബ്രാക്കറ്റിനുള്ളിൽ ആരൊക്കെയുണ്ട്? ഒരു π/2 കിടക്കുന്നുണ്ട്. പിന്നെയോ മൈനസ് ആരുണ്ട്? 1/4 കിടക്കുന്നുണ്ട്. റെഡി ആണല്ലോ. ഇനിയോ അടുത്ത ബ്രാക്കറ്റിൽ എന്തുണ്ട്? ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ -1/4 കിടക്കുന്നുണ്ട്. റെഡി ആണല്ലോ. അതായത് π/2 മൈനസ് എന്ത് കിട്ടും? 2 × 1/4 എന്ന് പറഞ്ഞാൽ 1/2. π/4 അല്ല, π/2 തന്നെ അല്ലേ. π/2 മൈനസ് 1/2 ഇത് 2i ആണ് കിടക്കുന്നത് അല്ലേ. 2i അല്ലേ കിടക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാ. π-1/2 എന്ന് എഴുതാ. സോ i അല്ലടാ വേണ്ടത്. i എന്ന് പറഞ്ഞാൽ π-1/4 ആണ്. π-1/4 π-1/4 ഉണ്ടോ? ഓപ്ഷൻ നമ്പർ സി ആണ് റൈറ്റ് ആൻസർ. എയോ അതെങ്ങനെയാടാ എ വരുന്നത്? എന്നോട് തെറ്റിയോ? 2i അല്ലേ? 2i ആണല്ലോ. അപ്പൊ എ അല്ലാതെ വരിക, സി അല്ലേ വരിക? സിനാനെ സി അല്ലടാ വരിക. π-2i ആണ്. π-1/2. അപ്പോ ഐ എന്ന് പറയുമ്പം നമുക്ക് എന്താ കിട്ടുക? 2i തന്നെയാണ്. ആഡ് ചെയ്യുമല്ലേ? ഞാൻ ആഡ് ചെയ്തല്ലേ രണ്ടും, 1ഉം അതേപോലെ തന്നെ ഏതും 2ഉം ആഡ് ചെയ്തല്ലേ 2i അല്ലേ. സി തന്നെയല്ലേ. അപ്പോൾ സി ആണ് ആൻസർ. π-1/4 എന്ന് കിട്ടും. അപ്പോൾ അതും പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ആ ചാപ്റ്ററിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ മോഡലൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നന്നായിട്ട് നോക്കുന്ന കുട്ടിക്ക് സാറ് 2i എടുത്തു പോയി, എടാ 2i എടുത്തു പോയി, പരീക്ഷ ഹാളിൽ നിന്ന് 2i എടുത്തു പോയി കഴിഞ്ഞാൽ നിന്നെ തെറ്റിക്കാനുള്ള ആൻസർ ആ ഓപ്ഷനിലില്ലേ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. പല കുട്ടികൾക്കും പറ്റുന്ന അബദ്ധമാണ് എന്ത്? ആബ്സെന്റ് മൈൻഡ്. ആ പ്രത്യേക നിമിഷത്തിൽ മൈൻഡ് അങ്ങ് മാറുക അല്ലേ. പിന്നെ ആൻസർ എ ആണെങ്കിൽ സിയിലേക്ക് പോയിട്ട് മാറി അടയാളപ്പെടുത്തുക. അത്തരം അബദ്ധങ്ങളൊന്നും ആവർത്തിക്കാൻ പാടില്ല. കൃത്യമായിട്ട് എഴുതുക. 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ആൻസർ എ ആണെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം അത് എൻ്റർ ചെയ്യുക. അപ്പോൾ അത്രയും ഷുവറുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നെഗറ്റീവ് മാർക്കേ നമുക്ക് വേണ്ട കേട്ടോ. നെഗറ്റീവ് മാർക്കേ നമുക്ക് വേണ്ട. അപ്പോൾ നന്നായിട്ട്
എക്സാം അടുത്ത നാളെ എക്സാമുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നന്നായിട്ട് എക്സാം എഴുതി വരിക. അല്ലാത്ത കുട്ടികൾ, നാളെ ഇല്ലാത്ത കുട്ടികൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നോക്കുക, അതിനനുസരിച്ച് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് പഠിച്ച് അടുത്ത ദിവസങ്ങളിൽ എക്സാം എഴുതുക. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ, നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വെള്ളം കുടിക്കണം അല്ലേ, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഉറക്കം, നിങ്ങളുടെ മിനിമം എത്ര മണിക്കൂർ ഉറക്കം വേണം, ആ സമയത്ത് ഉറക്കമുണ്ടായിരിക്കണം. വെറുതെ ഉറക്കം ഒഴിഞ്ഞിട്ട് ആരോഗ്യം നശിപ്പിക്കാൻ പാടില്ല. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ എക്സാമിനേഷൻ ഹാളിൽ വളരെ സ്പീഡിൽ നമുക്ക് എക്സാം ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലേ, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ എക്സാം ഒക്കെ വളരെ അടിപൊളിയായതിനു ശേഷം എന്ത് ചെയ്യുക, ഭക്ഷണമൊക്കെ വളരെ വയറ് നിറച്ച് കഴിച്ചോളുക. അതുവരെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടതാണ് എന്ന ബോധത്തോടു കൂടി നിങ്ങളുടെ ആരോഗ്യം നോക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഉറക്കം ആവശ്യത്തിന് വേണ്ടതാണ്. ഒരു ടെൻഷനും അടിക്കണ്ട, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മൈൻഡിൽ വെക്കുക. ആദ്യത്തെ ക്ലാസ് മുതലേ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഫോർമുല ബുക്ക് എന്ന രീതിയിൽ എഴുതി വെക്കണമെന്ന്. ആ ബുക്ക് എടുത്തിട്ട് ആ ഫോർമുലാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. നാളെ എക്സാം ഉള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ട് നോക്കണ്ട, നന്നായിട്ട് കിടന്നുറങ്ങുക, നല്ല സ്വപ്നങ്ങൾ മാത്രം കണ്ട് കിടന്നുറങ്ങുക. ഭാവി നിങ്ങൾക്കുള്ളതാണ് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം SVP. മക്കളെ, ഗുഡ് നൈറ്റ്.